അങ്ങോട്ട് എഴുതി കൊടുത്തു. എന്ത് മാന്യരെ, ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കരിക്കുലം പഠിപ്പിക്കുന്നതിന് പുറമെ വേറെയും ചില കരിക്കുലം ഉള്ളത് കൊണ്ട് ഞങ്ങൾ പിൻവലിച്ചിരിക്കുന്നു. അപ്പൊ നാട്ടുകാരെന്ത് പറഞ്ഞത്? അന്നായിക്കോട്ടെ, നിങ്ങൾ അത് കൊണ്ടുപോയിക്കോളിയ. ഇപ്പൊ അള്ളാന്റെ തൗഫീഖോടുകൂടെ 1 മുതൽ 6 വരെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസാ പഠിപ്പിക്കുന്നത്. ഇതാണ് അവസ്ഥ. എന്തിനാണ് ഇത് ചെയ്യുന്നത്? കലങ്ങി മറിഞ്ഞ് ശാന്തമായ കേരളത്തിൽ ഇനി കലാപങ്ങൾ ഉണ്ടാകണം ഗ്രൂപ്പിന്റെ പേര്, അല്ലെ? ശംസുൽ ഉലമ ഒന്നിപ്പിക്കണമെന്ന് പറഞ്ഞ സംഘടനയെ രണ്ടാക്കുകയും അതിന്റെ പേരിൽ വീണ്ടും വീണ്ടും രൂക്ഷമായ കലാപം ഉണ്ടാക്കുകയും ചെയ്യാം. അതാണ് ഇവിടെ ചേളാരിക്കാരെ വഴി. പിന്നെ നോക്കുങ്ങള്, വേറെ കരുളായി എന്ന് പറയുന്ന സ്ഥലത്ത് വേറൊരു പ്രശ്നം. അവിടെ ഇതേപോലെ നിങ്ങളെ മദ്രസ ഞങ്ങൾക്ക് വേണ്ട, അവിടെ 1 മുതൽ 7 വരെ ചേളാരി സിലബസ. കമ്മിറ്റിക്കാരും ഭാരവാഹികളും നാട്ടുകാരും മുഴുവൻ നമ്മൾ എന്നാലും പഴയതല്ലേ, കടക്കട്ടെ അവിടെ വിചാരിച്ച് സഹിക്കും. അപ്പോഴാ മുഫത്തീസിന്റെ വക ഒരു ഡയലോഗ് മൂപ്പര് വന്നിട്ട് പറഞ്ഞു, 8ാം ക്ലാസ് പഠിപ്പിക്കണ പുസ്തകം പിൻവലിക്കണം. അത് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് ആണ്. ഒരു വിഗ്രഹത്തിന് 2 പ്രതിഷ്ഠ പൊട്ടില്ല. അങ്ങനെയാണ് ഈ ഫത്വ കൊടുത്തത്. അപ്പോ നാട്ടുകാര് പറഞ്ഞു, ഞങ്ങളെ വിഗ്രഹത്തിൽ ഏത് പ്രതിഷ്ഠ വെക്കേണ്ടത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഇങ്ങക്ക് വേറെ എന്തെങ്കിലും ഇവിടെ ഏൽപ്പിച്ച പണിയുണ്ടോ അത് നടത്തിയാൽ മതി, അതിൽ പോയിക്കോളിയാണ്. മൂപ്പര് പോയി. അപ്പൊ പിന്നെ ചേളാരിന്ന് കത്ത്, എന്ത് നിങ്ങളുടെ അംഗീകാരം ഞങ്ങൾ പിൻവലിച്ചിരിക്കുന്നു. അതിൽ നാട്ടുകാർ ഐക്യകണ്ഠേന തെക്കുബീർ ചൊല്ലി പാസാക്കി, നിങ്ങൾ പിൻവലിച്ചത് ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിച്ചിരിക്കുന്നു. കാരണം അത് കുഞ്ഞിരായും കുടുങ്ങിയിട്ട് പെരടി കൊണ്ടെടുക്കുക, കമ്പണ്ടായിട്ട് കൊണ്ടെടുക്കല്ല. നാട്ടിലൊരു പ്രശ്നം ഉണ്ടാകരുത് വിചാരിച്ചിട്ട് കൊണ്ടെടുക്കാം. അപ്പോ കാരണം നാട്ടുകാർക്കാരെ ഈ മണ്ട ഉണ്ടെന്ന വർത്താനം പറഞ്ഞാണ് ഇപ്പൊ ആൾക്കാർ അവിടുന്ന് വിട്ടില്ലേ. ആൾക്കാർ ഇപ്പോൾ ഈ അമ്മിമ്മക്കാര് നിന്നിട്ട് കാര്യമുണ്ട്, അമേരിക്കയിൽ പോണ കാലല്ലേ എന്ന് നാട്ടുകാർ തീരുമാനിച്ച് എന്ത് ചെയ്തു? ഉസ്താദുമാരും ഒക്കെ ഒരു മനുഷ്യക്കോലുള്ള ഉസ്താദുമാർ എവിടെ ഉണ്ടാകുക? നമ്മളെ മദ്രസയിലുണ്ടാകുക. അല്ലെങ്കിൽ നമ്മളെ ഉസ്താദുമാര് എവിടെ പഠിപ്പിക്കണോ അവിടെ ഉണ്ടാകുക സാധാരണഗതിയിൽ. അല്ലാത്ത എങ്ങനെ ഉണ്ടാവും? ഇവര് എല്ലാ മദ്രസിലും നമ്മളെ മൂല്യന്മാരാണ്. അതിങ്ങനെ തലീക്കട്ടും ജയിലും കോലൊക്കെ ഒരു മൂല്യന്മാരെ കോലുണ്ടാവും. അപ്പൊ ഇവര് കണ്ടെത്തി ഈ AP മൂല്യന്മാരെ ഒഴിവാക്കിയിട്ട് പകരം മൂല്യന്മാരെ കൊടുക്കണം. അതിനോട് തീരുമാനിച്ചു ഒരു ബ്രോയിലർ കോഴിക്കള് സമാനം ഒരു 40 മൂല്യന്മാരുണ്ടാക്കി. എവിടുന്ന്? നമ്മളെ ചെമ്മാടുള്ള ആർലൂരിൽ വെച്ചിട്ട് നമ്മളെ ചെറുശ്ശേരി മൂല്യർക്ക് പണി എന്ത് 4 മമ്മിപ്പണി എടുക്കാൻ പറ്റിയ മൂല്യന്മാരുണ്ടാക്കാം. ആർക്കാ? SSLC പരീക്ഷയില് ഒരു ലക്ഷപ്പെടാനുള്ള മാർക്ക്, ആവറേജ് മാർക്ക് വാങ്ങിയ ഓനൊരു അഫ്സലുമ പരീക്ഷയിൽ മുൻഷിന്റെയിലും ആകാം. ഓനിപ്പോ ഈ മമ്മിപ്പണിക്ക് കിട്ടൂലല്ലോ. ഏത് ഓനെ കുറിച്ചാട്ടോ പറയുന്നത്? നമ്മളതൊക്കെ അന്തസായ മല്യമ്പണിയാണ്. അപ്പോ ഈ സമയത്ത് അവർ കണ്ടെത്തി എന്തരങ്ങള് ഇത് SSLC പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ ഈ അങ്ങാടിയിലെ മുദ്രാവാക്യം വിളിച്ചാലും കാരമ്പൂട് കളിച്ചാലും മാത്രം വിധിക്കപ്പെട്ട കുറച്ച് കൗമുണ്ട്. ഓനെ കൂട്ടിയിട്ട് നമ്മൾ ഈ മദ്രസക്ക് 4 മൂല്യന്മാരുണ്ടാക്കാം. കാരണം എന്താ പറയുക, പല മാനേജ്മെന്റിനോടും പറയും 10 കൊല്ലം AP സുന്നിയിലെ മൂല്യര് പഠിപ്പിച്ച മദ്രസീകാരം. അപ്പൊ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് പറയും ആ മൂല്യർ അവിടെ നിന്ന് പിരിച്ചിട്ടുണ്ടെന്നറിയും. അപ്പൊ നാട്ടുകാർ പറയും അയാളെ പിരിച്ചിട്ടിട്ട് പച്ചൊരാളങ്ങൾ നേരി അറിയും. അപ്പൊ അതിനാളില്ല. അപ്പൊ അതിന് കണ്ടെത്തുന്നതാണ് ഹൈസ്കൂളിൽ SSLC തോറ്റ കുറച്ച് ആൾക്കാരെ പിടിച്ചിട്ട് ചമ്മാടുന്ന് 40 ചോറ് കൊടുത്തുകൊണ്ട് അലിഫും ബാദ് റാവൊക്കെ പഠിപ്പിച്ചു വിടുക. അങ്ങനെ വിട്ടു. പക്ഷെ ഈ കൗമ മദ്രസിലെത്തിയപ്പോ എന്ത് ചെയ്തു? ഓല് ചെവിമ പിടിച്ചണീന് വേറെ ഹൈസ്കൂളിൽ നിന്ന് പിടിച്ച് പരിശീലിച്ചൊരു പിടുത്തണ്ട്. അതാ മദ്രസിന്ന് പിടിച്ചണേ. അതന്നെയല്ലേ കുന്നമംഗലത്തൊന്നും പിടിച്ചത്. അപ്പൊ പിന്നെ ആൾക്കാർ ചെവിക്ക് പിടിച്ച് എസ്കക്കാരനെ പറഞ്ഞയച്ചതാ. പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എത്തിയത് നമ്മൾ കേട്ടെ. സഹോദരന്മാർ, അതാണ് ഇപ്പൊ ഇവിടെ പ്രസംഗിച്ച മഹാന്മാരൊക്കെ യോഗ്യത. അപ്പോ ഈ രൂപത്തിൽ ഈ ചെവിക്ക് പിടിച്ചിനീനുമാരെ അപ്പുറത്തും പുറത്തും പിടിച്ചിന കോലം വന്നപ്പോ ആൾക്കാർ തീരുമാനിച്ചു ആ സിലബസും വേണ്ട, ആ മൂല്യന്മാരും വേണ്ട. ഇത് അന്തസ്സായി ദീൻ പഠിപ്പിക്കാനുള്ളതാ. പഴമക്കാര് സ്വതക്കൽ ഈ വഖഫ് ചെയ്ത സാധനം. അതുകൊണ്ട് ഇത് ആരെല്ലാം നടത്തട്ടെ, AP സുന്നികൾ നടത്തട്ടെ തീരുമാനിച്ചു. അങ്ങനെ കരുളായിൽ ഐക്യകണ്ഠേനെ തീരുമാനിച്ചു, നിങ്ങളത് വേണ്ട, ഞങ്ങൾ സുന്നി വിദ്യാഭ്യാസ ബോർഡ് സ്വീകരിക്കാം. അപ്പണ്ട് നമ്മളെ പിന്നെ ചേളാരിന്ന് ആൾക്കാർ വരുന്നത് അത് ഞങ്ങൾക്ക് തന്നെ വേണം, അത് ഞങ്ങൾക്ക് തന്നെ വേണം എന്ന് പറഞ്ഞ് പിന്നെ ചേളാരിക്കാർ പോയി കേസ് കൊടുക്കാം. ഈ വേണ്ടാന്ന് പറഞ്ഞ സാധനം പിന്നെ വേണമെന്ന് പറയുന്നതിന് സോക്കട എന്താ പറയാ? ആലോചിച്ചോക്കെ നിങ്ങൾ ഇവരെ ഊട്ടിക്കോ ഉളമ്പറിക്കോ വണ്ടി വെച്ച് വിടണ്ടേ? ആലോചിച്ച് നോക്കി നിങ്ങള്. വേണ്ട എന്ന് ഔദ്യോഗികമായി എഴുതി കൊടുത്ത ലെറ്റർ പേരിലുള്ള കത്ത. ഈ കത്ത് വേണ്ടാന്ന് പറഞ്ഞപ്പോ ഇവര് വിചാരിച്ചെന്താ അറിയോ? വരന്റെ അപ്പുറം മറ്റോ കടക്കൂല എന്നാ വിചാരിച്ചത്. മറ്റോ കൂടായെന്ന് കടന്നു. ഇതാണ് പേച്ചത് സഹോദരന്മാരെ. അപ്പോ ഇവർ ഈ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഒക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ തമ്മിൽ തല്ലിക്കാൻ വരികയെന്നല്ലാതെ എന്താണ് ഇവരെ അവസ്ഥ? പിന്നുള്ളൊരു ആരോപണം എന്താ? AP ഉസ്താദിനെ പരമാവധി വ്യക്തിഗത നടത്തുക. ഒരുപാട് ആരോപണം പറഞ്ഞു അല്ലെ. അതിൽപ്പെട്ട ഒന്നാണ് ചേകന്നൂർ കേസ് അല്ലെ. ചേകന്നൂർ കേസ് ഇപ്പൊ വഹാബികൾ തന്നെ ഇങ്ങനെ കുമ്പസരിക്കാം. നമ്മളെ LCD വേളൊക്കെ വന്നതിന് ശേഷം ബഹുരസ
എന്തേ വഹാബി മൗലവി കറുത്ത പോസ്റ്റർ എടുത്തിട്ട് ഇങ്ങനെ പറയാ ഇത് ഞങ്ങൾ ചെയ്താട്ടോ, അബദ്ധമായിട്ടോ, ഇതിന്റെ പേരിൽ കുറെ തല്ല് കിട്ടിക്കണട്ടോ എന്നൊക്കെ ഇങ്ങനെ കുമ്പസരിക്കാം. പേരോടുസ്ഥാനി കാന്തപുരസ്ഥാനിന്റെ ഒക്കെ മുന്നിൽ ഏറ്റവും വഹാബി മൗലവിമാര് ഓല് വരെ ഇത് സമ്മതിക്കാൻ തുടങ്ങി. ഇപ്പോഴും ഈ ഓണം കയറാൻ മുസ്ലിംമാര് മോലിയന്മാരെ പറയിപ്പിച്ചപ്പോഴും ആ വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കുക. JCB പറഞ്ഞു, ചേകന്നൂര് CBI പറഞ്ഞു, എല്ലാരും പറഞ്ഞു അയാൾ എടുക്കാൻ പോയതാ. പിന്നെ അയാളെ പിന്നെ കവർ നോക്കി എടുക്കാൻ ആർക്കും അവിടെ പണി. CBIക്ക് വരെ വേറെ പണി, നിങ്ങളിതൊന്നും തീർത്തേരി, ഞങ്ങൾക്ക് വേറെ പണി എടുക്കാണ്ട് അറിയാലോടത്തി. ഈ SK കമ്പനിക്ക് ഇപ്പോഴും ഇല്ല വേറെ പണി, ഓല് ഇപ്പോഴും ചേകന്നൂരിന്റെ പിന്നാലെയാണ്. അങ്ങനെ ഉണ്ടല്ലോ ഈ മകൻ മരിച്ചിട്ടേലും മരുവോള് കാര്യങ്ങളൊന്നും കാണുന്ന പണ്ട് അമ്മായിമ കരുതിയ മാതിരി. എങ്ങനെയാണ് ഇത് ചേകന്നൂരോട് വലിയ കമ്പുണ്ടായിട്ടൊന്നല്ല, ഇവരിപ്പോ എന്താ ഈ ചേകന്നൂരിന്റെ ഫലായിൽ ഇങ്ങനെ പറയാൻ കാരണം? നാട്ടിൽ എത്ര മനുഷ്യന്മാരെ കാണാലാതെയാണ്, എത്ര മനുഷ്യന്മാരെ കാണാലാതെയാണ്. ഈ കാണാലാതെയാണ് മനുഷ്യന്മാരൊക്കെ പിന്നെ അന്വേഷിച്ചെടുക്കുന്ന പണി ഞങ്ങൾക്ക്. സഹോദരന്മാരെ, അതുപോലെ ആരോപണം അല്ലേ, കമ്മ്യൂണിസത്തിന്റെ ആരോപണം പറഞ്ഞു. AP ഉസ്താദ് പറഞ്ഞു, നാട്ടില് ആർക്കാണോ ഒരു പള്ളിക്ക് ഒരു ഇമാമുക്കാണെങ്കിൽ ആ ഇമാമിന്റെ ബാക്കില് കോൺഗ്രസ്സുകാരൻ നിസ്കരിക്കാൻ വരും, ലീഗാരം നിസ്കരിക്കാൻ വരും, മാർക്സിസ്റ്റുകാരും നിസ്കരിക്കാൻ വരും. ഈ ഇമാമ് മൗമൂമികളായ ആൾക്കാരോട് ഒരേ നിലപാടേ വെക്കാൻ പാടുള്ളൂ. പള്ളിക്കൽ കോൺഗ്രസ്സുകാരനെയും പറയാൻ പറ്റൂല, ലീഗാരനെയും പറയാൻ പറ്റൂല, കമ്മ്യൂണിസ്റ്റുകാരനെയും പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഇത് വലിയ തെറ്റാ. അപ്പോ എല്ലാ രാഷ്ട്രീയക്കാരും കാന്തപുരം ഉസ്താദിനെ മാനിക്കാൻ തുടങ്ങി. അതിപ്പോ മുസ്ലിം ലീഗിന്റെ ഉന്നതരായ നേതാക്കന്മാർ അവർക്കും തുടങ്ങി, എല്ലാവർക്കും എന്തു തുടങ്ങി, കാര്യങ്ങൾ യഥാവിധി ബോധ്യപ്പെടുകയും നന്നായി പോകണമെന്ന് മനസ്സിലാക്കുകയും ഒത്തൊരുമിച്ച് പോകണമെന്ന് ചിന്തിക്കുകയും ചെയ്തു. എന്നാ ഇവരെ പണി എന്താ നിങ്ങള്, ഇതെങ്ങനെയും വേറെടുത്തണം, ഇത് രണ്ടാക്കണം. ഇതാണ് ഇപ്പം ഈ കൗമ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിലവിലുള്ള ഈ ഐക്യം കാരണം എന്താ നിങ്ങള്, പാണക്കാട് ശിഹാബ് തങ്ങളും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും ഒന്നിച്ചിരുന്നാൽ പിന്നെ ഈ കൗമിന് അഡ്രസ് ഇല്ല. അത് നമ്മൾ പലയിടത്തും കണ്ടതാ. 1-2 സ്ഥലത്തെ AP ഉസ്താദും തങ്ങളും ഇപ്പൊ ഒന്നിച്ചിരുന്നിട്ടുള്ളൂ. അതിൽപ്പെട്ട ഒന്നാണ് നമ്മൾ ഹജ്ജ് കമ്മിറ്റിയുടെ തറക്കല്ലിടലും ഹജ്ജ് കമ്മിറ്റിന്റെ ഉദ്ഘാടനമാണ്. ഇത് രണ്ടും ഈ ഹജ്ജ് കമ്മിറ്റി എവിടെയാണെങ്കിൽ നമ്മളെ ചെറുശ്ശേരി മൂലേര ഉമ്മരപ്പടിമല. ഈ ഹജ്ജ് ഹൗസ് ഉള്ളത് ചെറുശ്ശേരി മൂലേര ഉമ്മരപ്പടിമല. ഈ 8000 മദർസന്റെ ഒരു കോജ അവിടെ ഉണ്ടായിട്ട് നാട്ടിലൊരു മനുഷ്യന്മാരും അറിഞ്ഞില്ല. അമ്മിക്കുട്ടി വള്ളത്തിൽ പോയ മാതിരി മണ്ണാങ്കട്ടിട്ടാന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവും. അമ്മിക്കുട്ടി വള്ളത്തിൽ പോയ മാതിരി ഇങ്ങനെ ഒരു മനുഷ്യൻ മലപ്പുറം ജില്ലയിലുള്ളത് ഒരു മനുഷ്യനും അറിഞ്ഞില്ല. കാരണം ഇവർക്ക് അങ്ങനെയാണ് ഓല തോഫീക്ക്. അത്രയും ഒരു പണ്ടേ സമസ്തയിലായി നിന്ന് കഴിവോൽക്ക് ഉണ്ടായിട്ടുള്ളൂ. ഇവരൊക്കെ മുമ്പ് സമസ്തയിലായി നിന്ന് കേട്ടിനോ? സമസ്ത ഒന്നായിരുന്ന കാലത്ത് തന്നെ കേട്ട 2 മനുഷ്യന്മാർ, ഒന്ന് ശംസുലുലമി, ഒന്ന് കമറുലമിയാണ്. ഈ 2 മനുഷ്യന്മാരെ അന്നും ഇപ്പോഴും കേൾക്കണുള്ളൂ. അതിന്റെ ഇടയിലുള്ളതൊക്കെ അങ്ങിലപ്പൊങ്ങല്ലേ, അതാരെങ്കിലും കേൾക്കോ? അങ്ങനെ എന്തായി, സമസ്ത പിന്നെ ശിഹാബ് തങ്ങളും AP ഉസ്താദും ഒന്നിച്ചിരുന്ന കൗമിന് അഡ്രസ് ഉണ്ടാവില്ല. പല സ്ഥലങ്ങളിലും നമുക്കറിയാം. നമ്മുടെ C മോയിൻകുട്ടി MLA അദ്ദേഹം മാന്യനാണ്. അദ്ദേഹം പലപ്പോഴും മർക്കസിലേക്ക് വരുന്നു, കാന്തപുരം ഉസ്താദുമായി ബന്ധപ്പെടുന്നു. കാരണം എന്താ, ഓരൊക്കെ രാഷ്ട്രീയം പഠിച്ച ആൾക്കാരാ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരാളെ തെറ്റിച്ചലല്ല, ഒരാളെ ഒപ്പം കൂട്ടില്ല. അതാണ് രാഷ്ട്രീയം. ജനാധിപത്യം എന്ന് പറഞ്ഞാലും വോട്ട് ചെയ്ത് ഭൂരിപക്ഷം ഉണ്ടാക്കല, അല്ലാതെ 4 ആൾക്കാരെ എതിരാളിയാക്കലല്ല. അതെല്ലാവർക്കും തിരിഞ്ഞു. പിന്നെ മനുഷ്യന്മാർ കൊണ്ടുപോകുന്ന പ്രസ്ഥാനങ്ങളാണ്. അഭിപ്രായ ഭിന്നതയുണ്ടാവും, പ്രശ്നം ഉണ്ടാവും. പക്ഷെ അതൊക്കെ തീർക്കണം, അതൊക്കെ ഒന്നാക്കണം. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടെ മുസ്ലിം ലീഗിന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ മുഴുവൻ തീരുമാനിച്ചു, ഈ കലാപം വേണ്ട, നമ്മൾ കാരണം മഹല്ല് കുളമാകണ്ട. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ സമുദായത്തിലെ പൊതു പ്ലാറ്റ്ഫോമാണ്. ആ സമയത്ത് നോക്കാൻ നിങ്ങൾ ഈ കൗമ ആകെ മുഷാവറ കൂടിയത്, ഈക്ക മരിച്ചിട്ട് മുഷാവറ കൂടിയത് എന്നറിയങ്ങള് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, മുസ്ലിം സമുദായത്തിന്റെ പൊതു പ്ലാറ്റ്ഫോമായി ലീഗ് നിൽക്കും, ആരേറ്റും പ്രശ്നത്തിന് പോകൂല എന്നുള്ളൊരു ഫത്വ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇറക്കി. അന്ന് രാവിലെ ചെറുശ്ശേരി ഓർഡിശയിൽ കയറിയതാണ്. അപ്പുറത്തുനിന്ന് പൂക്കോട്ടൂരുന്ന ചങ്ങായും അപ്പുറത്തുനിന്ന് വേറെ 2 ആൾക്കാരും വന്ന് ഒരു യോഗം തന്നെ യോഗം. പ്രഷറുള്ളവരൊക്കെ ഇങ്ങോട്ട് മധുരമില്ലാത്ത ചായ കുടിച്ചിട്ട് ആകെ ചങ്ങുപോലും പിടിപ്പിച്ചു. എന്താ പടച്ചോനെ, കുഞ്ഞാലിക്കുട്ടി കാന്തപുരം ഒപ്പം ഇരുന്നെങ്കിൽ നമ്മളെടുക്കാൻ പോവുക. ആകെ 24 മണിക്കൂർ നീണ്ടു നിന്ന സമസ്തന്റെ യോഗം. എന്നിട്ടായിട്ട് അന്ന് അന്തിക്ക് 1 മണിക്കൂർ കടന്നുറങ്ങിയിട്ടില്ല, അതുകൊണ്ട് തഹജ്ജുദ് നേരെ ഒരു പോണത് എടുക്കുക പാണക്കാട്ടേക്ക്. എന്തിന്? അവിടെ പോയിട്ട് ഈ പട്ടിണിയും ഭയരം പറയാം. സകല എണ്ണം ചെന്നിട്ട് തങ്ങൾ പാപ്പാന്റെ കാല് കുടിച്ച് വിരോധിച്ചു, തങ്ങൾ പാപ്പ ഞങ്ങൾ നിങ്ങളെത്താ കാട്ടം കണ്ട്. അങ്ങനെ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ പാടപ്പോ ഈ APന്റെ കൂടെ കൂടാണെങ്കിൽ ഞങ്ങൾ എവിടുക്കാ വണ്ടി കയറിണ്ട് ചെന്നിട്ട് ആകെ നൊലോളി. അപ്പൊ തങ്ങൾ പാപ്പ വിളിച്ചിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് തൽക്കാലം പറഞ്ഞു, നമുക്ക് അങ്ങനെ ചെയ്യാം, പക്ഷെ നിങ്ങൾ പ്രസ്താവന ഇറക്കണ്ട. അങ്ങനെ തൽക്കാലം എന്തായി, പല മഹലിലും യോജിച്ചു പോകാൻ തീരുമാനിച്ചു. അൽഹംദുലില്ലാ, ഞാൻ മനസ്സിലാക്കുന്നു വിവരമുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കളും പ്രവർത്തകന്മാരും ഈ രൂപത്തിൽ പരിപാടിക്ക് സംരക്ഷണം കൊടുക്കൂല എന്നാണ് നമ്മുടെ വിശ്വാസം.
ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും കൊടുക്കൂല. മുസ്ലിം ലീഗ് വിചാരിച്ചാൽ അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിചാരിച്ചാൽ ഈ നാടൊക്കെ എന്നോ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നില്ലേ? മുസ്ലിം ലീഗിന്റെ പണ്ടേ ഇവിടെ ഒന്നിച്ചു പോയ നാടാ. മുസ്ലിം ലീഗിന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ ഇവിടെ പ്രശ്നം വേണ്ടാന്ന് ചിന്തിച്ചതാ. പക്ഷെ ഇവിടെ എസ്കെ കമ്പനി കണക്കൂട്ടിയത് എന്താ പറയുന്നത്? നമ്മൾ ഓൽക്ക് മറുപടിക്ക് വരും. അങ്ങനെ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ഓലപ്പോലെ ഈ സിലബസ് പഠിക്കാത്ത ആൾക്കാരല്ലല്ലോ, ഓരോ ക്ലാസ്സിലും വേണ്ട സിലബസ് പഠിച്ച ആൾക്കാരാ. അപ്പോ നമ്മൾ അങ്ങനെ കാടടക്കി ലീഗിനെ മോശമാക്കും. അപ്പൊ ഇവിടെ ലീഗാരും നമ്മളും തെറ്റും. അപ്പൊ ഇങ്ങനെ ഇവർക്ക് കുപ്പായിട്ട് നേടിയാന്നില്ല പൂതി വെച്ച് വന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം AP ഉസ്താദ് എപ്പോഴും പറയുന്നുണ്ട്, സഹകരിച്ചോ സഹകരിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് അധിക നാടുകളിലും അതുകൊണ്ടല്ലേ കനകഞ്ചേരി പള്ളി ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളും കാന്തപുരം ഉസ്താദും കൈപിടിച്ച് ഒന്നിച്ചു നിൽക്കുന്നു. അതല്ലേ ഈ സമുദായത്തിന് വേണ്ടത്? എന്നാൽ അതിന്റെ അഡ്രസ് നഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരെ ദീന വിലാപങ്ങളായി ഇത് കുറച്ചാലേ ഇത് ഉണ്ടാവുള്ളൂ. അട്ടന്റെ മേത്ത് ഒപ്പിട്ട മാതിരി ഇത് ഇല്ലാതെയാൻ പോവുക. കാണാനും കൂടി കിട്ടൂല ഈ സാധനത്തിനെ. അല്ലെങ്കിൽ പുരാവസ്തുവില് വല്ല മ്യൂസിയത്തിലും കൊണ്ടേക്കണെങ്കിലും വേണ്ട എല്ലും പോലുള്ള സാധനമല്ല. അതുപോലെ ഇതില്ല. ഇതിങ്ങനെ ഇത്തിക്കണ്ണി പടന്ന മാതിരി വള്ളിയും ചെടിയേറ്റല്ലേ ഉള്ളൂ. അതുകൊണ്ട് മ്യൂസിയത്തിൽ വെക്കാനും കൂടി ഇതുണ്ടാവില്ല. ഹജ്ജ് ഹൗസിന്റെ ഉദ്ഘാടന വേള ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് വളരെ തന്റെ അടുത്തോടിയ വരുന്നേ. അതേ സമയത്ത് നമ്മളെ പഴയ ഹജ്ജ് ഹൗസിന്റെ മെമ്പറുണ്ട്, ചെയർമാൻ അവിടെ നമ്മൾ ആലിക്കുട്ടി മോദിയായിരുന്നു. അപ്പൊ എന്താ നിങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ആനിമീങ്ങള് AP ഉസ്താദ് എവിടെ ചെന്നാലും ആ ഫിഗർ കണ്ടിട്ടില്ല, അതിന്റെ മട്ടം അല്ലെ? എവിടെ ചെന്നാലും ആ നെഞ്ഞു ആ മുഖം 4 മനുഷ്യന്മാരുടെ ഇടയിൽ കൊണ്ടിരുത്താൻ പറ്റുന്ന നേതാവ്. നിങ്ങളെ കൂട്ടത്തിൽ പകരം ഒരാളെ ഫോട്ടോ കാട്ടി തന്നാൽ നിങ്ങൾ ഒരു മനുഷ്യന്റെ മുന്നിൽ കൊണ്ടുപോകാൻ പറ്റിയ ജാതിയാണ്. ഇതിനൊക്കെ നിങ്ങൾ ഈ കൈതക്കാമം കരഞ്ഞു തീർക്കാന്ന് പറഞ്ഞ മാതിരി അങ്ങാടിയിൽ വന്നുകൊണ്ട് കാന്തപുരം ഉസ്താദിനെ തെറി പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലെ? ചേകന്നൂര് മരിച്ചിട്ട് ഇപ്പൊ അവ്വാവുമ്മക്ക് വരെ സങ്കടമല്ല, ഈ കൂടത്തായിക്കാത്ത സങ്കടം. ആലോചിച്ചൊക്കെ നിങ്ങൾ എന്തൊരു വിഷമാത് അല്ലെ? അവ്വാവുമ്മ വരെ സമരം കുരുമാലൊക്കെ നിർത്തി പെരിയിൽ അടങ്ങി കുത്തുന്ന് ഞവനാന്റെ തടി കാക്കുന്നതിലോട്ട് അവ്വാവുമ്മയൊക്കെ ഉള്ളത്. കൂടത്തായിക്ക് വല്ലാത്ത സങ്കടം. ചേകന്നൂരിനെ കാണാനല്ല. ചെങ്ങായിമാരെ ഓൽക്കൊക്കെ വേദി കെട്ടിക്കൊടുക്കണ ഈ സുലാസി മസീദിന്റെ കോലെന്താ ആലോചിച്ചോക്കാണ് നിങ്ങൾ. എന്താപ്പത് കഥ? സഹോദരന്മാരെ, ഈ രൂപത്തിൽ ഇതൊക്കെ സമുദായ പ്രവർത്തന, ഇതൊക്കെ ദീനീതാവത്ത. നിങ്ങൾ ഏത് ലോകത്താന്നാ ഞങ്ങൾക്ക് അറിയാത്തത്? എന്തേ ഇവലെ പലരും ഉപയോഗപ്പെടുത്തുന്ന എന്തിനാ നിങ്ങൾ? ഇവിടെ പറഞ്ഞു മാറാട് പള്ളി തുറന്നപ്പോ അവിടെ അടിച്ചു തരാൻ വിളിച്ചത് SKSF കാരെയാണ്. ഒരു ചെങ്ങായി മൈക്കട്ടി പറയാ, ആ മുക്രിപ്പണിക്ക് നിങ്ങളെ പറ്റും കുത്തുപോകാൻ ഞങ്ങളും പോകുമ്പോ മനസ്സിലായില്ലേ? കാര്യമായിട്ടൊരു സംഗതി പറഞ്ഞു. ഇവർക്കൊക്കെ പോയത്തരത്തിന് കയ്യും കാലും കൊടുക്കാൻ പാടുണ്ടോ മനുഷ്യന്മാർക്ക്? അല്ലെ ഇവിടുത്തെ SK കുട്ടികളെ വഷളാക്കിയേക്കല്ലേ. കാര്യമായിട്ട് നേട്ടം പറഞ്ഞതാണ്. എന്നാലും ഉള്ള നേട്ടം ഒരേറ്റ പറയില്ല. ആകെ ചെയ്ത പണി എന്താ? മാറാട് പള്ളി തുറന്നപ്പോ മാറാല അടിച്ചു തരാൻ പോയി. ഇതിനെ ചങ്ങന്മാരെ നിങ്ങളെ പറ്റുള്ളൂ. നിങ്ങൾ ഈ അങ്ങാടി വഷളാക്കരുത്. സംഗതി എന്താ? നിങ്ങൾ ഞങ്ങളെപ്പോലെ തൊപ്പിയും തലയിക്കൊട്ട് ഉങ്ങക്കുണ്ടല്ലോ, ആ ഒരു വർഗസ്നേഹ ഞങ്ങൾക്ക് സാധാരണ തോന്നും ചിലപ്പോ. ഇത് ഈ കോലത്തിൽ വന്നുകൊണ്ട് ഈ നായാട്ട് പറയാന്ന് പറഞ്ഞാൽ എന്താ അപ്പൊ ഇതിന്റെയൊക്കെ മായനങ്ങൾ ആലോചിച്ചാണ്. പള്ളി അടിച്ചു തരാൻ വിളിച്ചു. അതായത് നമ്മളെ തണ്ണി വീട്ടി എന്നൊക്കെ പറയും. ഈ ഹൗസൊക്കെ വെള്ളടിച്ച മാറാല തട്ട. ഇപ്പത്തെ കാലത്ത് നമ്മളൊക്കെ പള്ളിയിൽ മുഅദ്ദിനെ പോലും നമ്മൾ ആ പണിക്ക് നിർത്തലില്ല. മൂപ്പര് അന്തസ്സായി നല്ല ചുരുക്കുള്ള വാങ്ങ് കൊടുക്കല. ഇതൊക്കെ വളരെ അപ്പുറത്തുള്ള മനുഷ്യന്മാരെ നമ്മൾ നിർത്തല്. ഇവനെ സംബന്ധിച്ചിടത്തോളം ഇറച്ചിക്കോയിനെ മൂർച്ചയില്ലാത്ത കത്തിയോണ്ട് മൂര. അതേമാതിരി ഏതെങ്കിലും അറുവാരുണ്ടെങ്കിൽ അവിടെ സുബൈക്ക് വാങ്ങ് കൊടുക്കണതിന് മുമ്പ് ഒന്ന് പോയി മൂരിനറുക. ഈ ജാതി ചില പണി അതുപോലെ തന്നെ പറയാം. മാറാട് പള്ളി അടിച്ചു തരാൻ അതിനെ ഞങ്ങളെ പലയിടത്തും ഉപയോഗിക്കുക. ആലിക്കുട്ടി മൂലയാർ ഹജ്ജ് കമ്മിറ്റി ചെയർമാനാക്കിയത് ഇപ്പൊ നിങ്ങളെ പോരിച്ച് ഞങ്ങൾ കരുതുന്നുണ്ടോ? അതെന്താ വെച്ചാൽ നമ്മളെ ഇയാമത് സാഹിബും കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ ഇങ്ങനെ വേദിക്ക് ചെല്ലുമ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ചേരി വൃത്തിയാക്കി അതോളം ഇങ്ങനെ മൂപ്പർ കൊഞ്ഞ കസാരിയിലൊക്കെ കുത്തിർക്കാം. ഇയാമത് സാഹിബൊക്കെ വന്നാൽ മൂപ്പര് വല്ല തടി കാര്യമൊക്കെ ആവുന്നു. ഇത് പിന്നെ മൂപ്പര് ചൂരുമാണ് എടുത്തുണ്ടാവില്ല. അതിനാണ് അതേ സമയത്ത് AP ഉസ്താദ് അവിടേക്ക് ഇങ്ങനെ വരുമ്പോത്തിനുണ്ടാവുക ലോകം മുഴുവനും കിടിലം കൊള്ളണത്തൊക്കെ ഉയർത്തി. നമ്മൾ ഹജ്ജ് ഹൗസിന് അവിടുന്ന് വലിയ രസം ഉണ്ടായി. AP ഉസ്താദിന്റെ പേര് കേട്ടപ്പോ ആൾക്കാർ ചോറന്തൊക്കെ അത് അറിയാതെ ഈ കൗമും ചെല്ലുന്നുണ്ട്. കാരണം ഊക്ക് അങ്ങനെ അറിയാതെ ചെല്ലുകയാണ്. പിന്നെ ഷിയാബ് തങ്ങളെ പേര് വെക്കുമ്പോ നല്ല തെക്കുബീർ കയ്യടി ഉണ്ട്. കാരണം മൂപ്പര് രാഷ്ട്രീയ നേതാവും കൂടിയാണ്. ഷിയാബ് തങ്ങളെ പേര് പറയുമ്പോ നല്ല കയ്യടി. AP ഉസ്താദിന്റെ പേര് വെക്കുമ്പോ നല്ല തെക്കുബീർ. ഇത് കേട്ടുകൊണ്ട് അവസാനം നമ്മൾ ആലിക്കുട്ടി മൂലയുടെ പേരാണ്. അപ്പണ്ട് ഒരു 1-2 ആൾക്കാർ ഇങ്ങനെ ചില മൂലന്മാര് സൂപ്പറേറ്റ് വെക്കിയ മാതിരി അവിടെ ഇവിടെ ഓരോ തെക്കുബീർ ഓരോ തെക്കുബീർ ആകെ അങ്ങോട്ട് ഇല്ലാതെയാണ്. ഇതൊക്കെ നിങ്ങൾ ചെങ്ങന്മാരെ ഇപ്പൊ ഉണ്ടാക്കിയിട്ട് കാര്യമല്ല. ഈ ആന ചെയ്യണാണ്ട് മുയല് ചെയ്യാൻ ദുബറാണ് ഇല്ലാതെയാകാൻ. അല്ലാതെ ഒരു കോലം അതുകൊണ്ട് കിട്ടാല്ല.
മനസ്സിലായി നിങ്ങൾക്ക്? സഹോദരന്മാരെ, അങ്ങനെ എന്ത് ചെയ്തു? AP ഉസ്താദ് അവിടെ വരിക, എന്നിട്ട് നമ്മൾ ആര്യാടം മേമൊക്കെ പറയാം, ഏത് ആലിക്കുട്ടി മൂലിയാര് ഹജ്ജ് കമ്മിറ്റി ചെയർമാനിനെ ഇവിടെ ഒരു തർക്കല്ലിട്ടീനോ, അത് ഭരണകക്ഷിപ്പെട്ട MLA ഞാനെന്നെ ഇതുവരെ പാലോളി പറഞ്ഞപ്പോഴാണ് അറിയണേ. കാരണം ഇവർക്ക് അതിന് നേരെ പറ്റിയിൽ പറയണ മനുഷ്യൻ നോക്കാണ് നിങ്ങള്. ഇവനൊക്കെ ഇനി വഷളാകൽ എങ്ങനെയാ, മുഖം കളർ എങ്ങനെയാ ആലോചിച്ചോള്. അങ്ങനെ AP ഉസ്താദ് വിഷയമൊക്കെ കഴിഞ്ഞു, മന്ത്രിമാര് MLA-മാര് മുഖ്യമന്ത്രിമാരൊക്കെ വിഷയം ഇങ്ങനെ കൈകാര്യം ചെയ്ത് സംസാരിക്കാം. അപ്പൊ AP ഉസ്താദ് പ്രസംഗത്തിന് വന്നപ്പോ 2 ദിവസം മുമ്പ് AP ഉസ്താദ് അവിടെ പോയി. അങ്ങനെയാണല്ലോ AP ഉസ്താദ് എല്ലായിടത്തും പോണം. മൂപ്പര് ഒരു തികഞ്ഞ പണ്ഡിതനാ. നിങ്ങളെ ഈ പിന്നെ ഹാഫല്ല, ഫുള്ളാണ്. അതുകൊണ്ട് മൂപ്പര് ഹജ്ജ് കമ്മിറ്റിന്റെ ഉദ്ഘാടനമൊക്കെ നടക്കാൻ പോകുക. അപ്പൊ അവിടെ എന്താ കമ്മി കുറവൊക്കെ ഉള്ളത് നമുക്ക് നോക്കി വേണ്ട നിർദ്ദേശമൊക്കെ കൊടുക്കുക. അങ്ങനെയാണല്ലോ പിന്നെ ഭരണകൂടങ്ങളൊക്കെ വിളിക്കും. AP ഉസ്താദ് എന്തെങ്കിലും ഒരു സംഗതി ചെയ്യാൻ പോകുകയാണെങ്കിൽ ഉടനെ വിളിക്കും. ഇവര് വിദ്യാഭ്യാസ ചട്ടക്കൂടിന്റെ പ്രശ്നം വന്നു, ആണിനും പെണ്ണിനും ഒപ്പിരുത്തണ്ട. അപ്പൊ അതിന് ഇങ്ങളിപ്പോ എങ്ങനെ അതിനെ എതിർക്കാം? നാട്ടിക മൂല്യർക്കും അതുപോലെ മേലാറ്റൂർ പഞ്ചായത്തിലെ മെമ്പർക്കും ഒരു കസാരി കുത്തിർക്കാം. ഈ പ്രായപൂർത്തിയാകാത്ത 4ാം ക്ലാസ്സിലെ കുട്ടികളെ കുത്തിർക്കാൻ പറ്റൂല. നിങ്ങൾ അങ്ങാടി പറഞ്ഞ കൂക്കൂര ചെറുമാനങ്ങളെ ഞങ്ങൾക്ക് പറയാം. നിങ്ങൾ എങ്ങനെയാ അത് പറയാം? നിങ്ങൾ എങ്ങനെയാ അതിനൊരു സമരം ചെയ്യാം? മേലാറ്റൂർ പഞ്ചായത്ത് ഓഫീസിൽ എല്ലാ ശേഖരത്തും കഴിഞ്ഞ നാട്ടിക മൂല്യർക്ക് 1-ാം മെമ്പർഷിപ്പുകളെ പിരിക്കാം. അതേ സമയത്ത് ഈ ഒട്ടും പൊട്ടും തിരിയാത്ത 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒന്നിച്ചുത്തുന്നൂടാ. നിങ്ങളത് പറഞ്ഞ ആൾക്കാർ കൂക്കും. അതേ സമയത്ത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി MA ബേബിയുടെ ഓഫീസിലേക്ക് കടന്നു എന്ന് മഹാനായ സമർമ്മനമാ കാന്തപുരം ഉസ്താദ് ബേബിയുടെ ഓഫീസിൽ ചെന്ന് കാര്യം ബോധ്യപ്പെടുത്തി. മിസ്റ്റർ ബേബി, ഞങ്ങളെ സമുദായത്തെ നിങ്ങൾ കണക്കിലെടുക്കണം. അപ്പൊ ഈ ബേബി പറഞ്ഞു, അങ്ങനെ ഒരു പ്രശ്നമല്ല ഉസ്താദേ, ഇവിടെ അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോണില്ല, നിങ്ങൾ ബേജാറാകണ്ട. അങ്ങനെ AP ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പോരാ, ഇറങ്ങണം ഓഫീസുണ്ട്. ബേബി ഇറങ്ങി തിരുവനന്തപുരത്ത് പത്രസമ്മേളനത്തിലേക്ക് കാന്തപുരം ഉസ്താദിന്റെ കൂടെ MA ബേബിയെ കൂട്ടി കമർനലമാ കാന്തപുരമെത്തി അബൂബക്കർ മുസ്ലിയാർ പത്രസമ്മേളനം നടത്താൻ പോകുക. കുഞ്ഞാലിക്കുട്ടിനെ കിട്ടും നിങ്ങൾക്ക് ഇതിന്? അല്ല, പിന്നല്ലേ ബേബി. അപ്പൊ ഇവരും ചെന്നൊക്കെ നോക്കി. ഇതിന്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ ഈ മദ്രസ പ്രശ്നമൊക്കെ പറഞ്ഞന്ന് മലപ്പുറം ജില്ലയിൽ ഭയങ്കര പ്രശ്നം. അപ്പൊ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്ന് ബോധ്യപ്പെടുത്തണം വിചാരിച്ച അന്ന് മലപ്പുറം ജില്ലാ CPM-ന്റെ സെക്രട്ടറി നമ്മൾ സൈതാലിക്കുട്ടിയാക്കാം. മൂപ്പരെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉസ്താദുമാരൊക്കെ കൂറ്റമ്പാറ ഉസ്താദും മണ്ടൂർ ഉസ്താദൊക്കെ പടം അങ്ങനെ പോകുമ്പോ സൈതാലിക്കുട്ടിയാക്കാന്റെ പേരിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു മൗലൂദ് കേൾക്കുന്നുണ്ട്. 8-50 വർഷം നമ്മളല്ലാത്തൊരു കൂട്ടർ ഇവിടെ മൗലൂദ് നോക്കുമ്പോ ഇങ്ങനെ പാളി വെക്കുമ്പോ 5-6 ചെരുപ്പുണ്ട്. അപ്പൊ ആരാ? ഒന്ന് നമ്മളെ കോട്ടുമല വാപ്പൂഞ്ഞരാ, കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടുകൂടാത്ത ആൾക്കാര്, തൊട്ടാ ഏയത്തം കുളിച്ചേണ്ട ആൾക്കാര്. എവിടെ? സൈതാലിക്കുട്ടിയാക്കാന്റെ പേരില്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ പിന്നെ ചെറുശ്ശേരി എവിടെ പോകുകയാണെങ്കിലും ചടങ്ങുക്കാൻ 2 ആളെ കൂട്ടിയിട്ടേ പോവുള്ളൂ. അപ്പൊ കടങ്ങോടും അങ്ങനെ ഉണ്ടല്ലോ, 3 എവിടെയും ചൊല്ലി തീർത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇങ്ങനെ ചടങ്ങുന്ന് തീർത്ത് ആക്കൊന്ന് സോൾവ് ആക്കി കൊടുക്കാൻ 2 സാക്ഷികളെ എല്ലായിടത്തും അങ്ങനെ കൂട്ടിക്കൊണ്ടുപോവുക. അങ്ങനെ ഈ 4-5 ആൾക്കാർ നമ്മളെ പടങ്ങോടും നമ്മളെ പൂക്കൂട്ടൂർക്കാരനൊക്കെ ചടങ്ങിക്കാനും ഇടയിലുണ്ട്. എന്തിന്? ഇവരൊന്ന് പോയി നോക്കിയതാ. മഹാനായ കാന്തപുരം ഉസ്താദ് ബേബിയെ കൂട്ടി തിരുവനന്തപുരത്തെ പത്രസമ്മേളനത്തിലേക്ക് കടന്നു വന്നു. പത്രക്കാരെ AP ഉസ്താദിനോട് ചോദിച്ചു, അല്ല ഇങ്ങനെ എന്തേ നിങ്ങൾ ചർച്ച ചെയ്തിട്ട് വല്ല ഉറപ്പും കിട്ടിയോ? അതിന്റെ AP ഉസ്താദ് പറഞ്ഞു, ഞാനല്ല, ബേബി പറയുന്ന. ബേബി പറയും പത്രസമ്മേളനത്തിൽ MA ബേബി കാര്യങ്ങൾ സവിസ്തരം വിശദീകരിച്ചു. ഇതാണ് കാന്തപുരം ഉസ്താദ്. മനസ്സിലായ നിങ്ങൾക്ക് അവിടെ പോകണമെങ്കിൽ എത്ര സിറാത്ത് പാലം കടക്കണം ചങ്ങന്മാരെ? മനസ്സിലായ KP ഉസ്താദിന് അതിന്റെ ആവശ്യമില്ല. ഇതേപോലെ ഇതൊക്കെ എന്താ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോ നിങ്ങൾ എത്ര എറിയണോ, റബ്ബർ ബന്ധ് എറിഞ്ഞ മാതിരി AP ഉസ്താദ് ഒരു ചാണ് മേലക്കാ പോകാം. അങ്ങനെയാണ്. എത്ര എറിഞ്ഞാലും അതിനനുസരിച്ച് ഉസ്താദ് പിന്നെ പവർ കൂടാന്നല്ലാതെ കുറയലുണ്ടോ? കുറച്ചന്തള്ള മനുഷ്യന്മാരിഞ്ഞ് ഇത് മുണ്ടാതൊക്കെ തീരുമാനിച്ചൂടെ? അല്ല, കുറച്ച് തന്റെ ഉള്ളിൽ എന്തെങ്കിലും പൂങ്കാവനം കുഞ്ഞാപ്പൂവിന്റെ മാതിരി കിടിനി തലയിൽ വർക്ക് ചെയ്യരുത്. മനസ്സിലായ? എന്നാലേ ഇതൊക്കെ തിരിയുള്ളൂ. സഹോദരന്മാരെ, വിഡിത്തം കാട്ടുന്നതിന് ഒരു പരിധി വേണ്ടേ? ഇതുപോലെ കാന്തപുരം ഉസ്താദ് അവിടെ വന്നു. അപ്പണ്ട് നമ്മളൊരു പിന്നെ അഖിലേന്ത്യാ ഹജ്ജ് കമ്മിറ്റിന്റെ വൈസ് ചെയർമാൻ അവിടെ എന്നാലും അവിടെ ഇയാമ സാഹിബിന്റെ ഓഫീസിൽ കസാലയൊക്കെ തട്ടി തുറക്കാൻ ഇങ്ങനെ അടിച്ചേരുന്ന കമ്പനി ഉണ്ടല്ലോ. ഈ അടിച്ചേരുന്ന കമ്പനിക്ക് ഒരാളെ വെച്ചതാ. ഇവിടെ പറഞ്ഞതാണത്. അടിച്ചേരുന്ന കമ്പനിക്ക് വേണ്ടി ഒരു മൂലേരെ വെച്ച അതിന് പറ്റുന്ന ആൾക്കാരെല്ലാം വെക്കാൻ പറ്റുള്ളൂ. മൂലേരെ അന്ന് അങ്ങോട്ടേക്ക് അറിയുമ്പോ അങ്ങോട്ടേക്ക്, മൂലേരെ ആ മാറ്റം നിർത്തിച്ചൊല്ലി അറിയുമ്പോ നടത്തുന്നു പറഞ്ഞ മാർച്ച് പിറ്റേന്ന് ധൈര്യസമേതം വിമർശിച്ച ഇങ്ങനെയൊക്കെ പറ്റുന്ന ചില മൂലന്മാര് പിന്നെ കുരങ്ങിന്റെ ഈ പിന്നെ കുരങ്ങളിപ്പിക്കണ ചങ്ങായി കുരങ്ങനെ കളിപ്പിക്കണ മാതിരി ചാടടാ അറിയുമ്പോ ചാടുക, കടക്കടാ
ഖുർആൻ പറയുമ്പോ കടക്ക അതിന് പറ്റിയൊരു കൗമ് അല്ല നിങ്ങൾക്ക് അതില്ലത്താ തന്നെ എന്തോ കുരുത്തക്കേടുകൾ ചെയ്തെന്ന് അറിയില്ല. ഞങ്ങൾ മനസ്സിലാക്കണ ശംസുൽ ഉലമന്റെ നല്ലപ്പം കാലത്ത് മൂപ്പരങ്ങൾ കണ്ണീര് കുടിപ്പിച്ചു, മൂപ്പരെ ഒരുപാട് വിഷമിപ്പിച്ചു. അതിന്റെ കുരുത്തക്കേട് ഞങ്ങളിപ്പി അനുഭവിക്കണേ സഹോദരന്മാരെ. കാന്തപുരം ഉസ്താദ് അവിടെ വന്നു. അതിന്റെ 2 ദിവസം മുമ്പ് അവിടെ ചെന്ന് നോക്കുമ്പോ ഉസ്താദിന്റെ കാറ് നിർത്തിടാനൊരു സ്ഥലമല്ല. ഉസ്താദ് ആലോചിച്ച് പഠിച്ചോനെ ഇവിടെ എത്ര മാന്യന്മാര് വരുന്ന സ്ഥലം, ഇവിടെ പോയി ഈ സൗകര്യമൊക്കെ ഉണ്ടായിട്ടൊരു വണ്ടി നിർത്തിടാൻ പാർക്കിംഗ് സൗകര്യമില്ല. അതൊക്കെ മൂപ്പര് ആലോചിക്കണം. മൂപ്പര് MP MLA ഒന്നല്ല, പക്ഷെ ഇതൊക്കെ തലുള്ള മനുഷ്യന്മാർ ആലോചിക്കണമല്ലോ, എല്ലാത്തിനും അഭിപ്രായം പറയണം അല്ലെ. കേരള യാത്രയുടെ സ്വീകരണ വേളയിൽ ജസ്റ്റിസ് കൃഷ്ണയ്യർ പറഞ്ഞു, മിസ്റ്റർ കാന്തപുരം അങ്ങേപോലെ കേരളത്തിന്റെ തെരുവുകളിൽ ഈ മാനുഷിക വിപ്ലവത്തിന്റെ സന്ദേശം മുടക്കാൻ ആർജവമുള്ള ഒരു പണ്ഡിതനെ കഴിഞ്ഞകാല കേരളത്തിന്റെ ചരിത്രത്തിൽ കാന്തപുരത്തിലല്ലാതെ കണ്ടിട്ടില്ല. ആര് പറഞ്ഞു? ജസ്റ്റിസ് കൃഷ്ണയ്യർ പറയാം. നിങ്ങളെ എത്ര കൂടിയിട്ടും കാര്യമില്ല. അവിടുത്തെ ജോസഫിനറിയാം കാന്തപുരം ആരാന്നുള്ളത്, ഇവിടുത്തെ രാമകൃഷ്ണൻ അറിയാ കാന്തപുരം ഉസ്താദ് ആരാന്നുള്ളത്. പിന്നെ ആരെ മുന്നിലങ്ങൾ ഈ പറയുന്നിടത്തോളം നിങ്ങൾ വഷളാകാന്നല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നും അങ്ങനെ മറുപടി പറയേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ പച്ചപ്പരി ഉസ്താദിനെയൊക്കെ കൂട്ടിയോണ്ട് AP ഉസ്താദിന്റെ ഫളായിലൊന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു ഏത് കിട്ടിയതല്ലേ. അപ്പൊ അതൊന്നാണ് പറയാതെ എഴുതി പറഞ്ഞതാ, ബഹുമാനപ്പെട്ട അതിനു വേണ്ടി വെച്ചതാ. അല്ലാതെ നിങ്ങൾ ഇവിടുന്ന് കൂവുമ്പോത്തിന് ഇവിടെ നേരം വെളുക്കുന്നൊന്നും ഞങ്ങൾക്കാർക്കും വിശ്വാസമല്ല. നിങ്ങളിപ്പോ കുറെ കൂവിയല്ലോ അല്ലേ. അന്ന് ഞങ്ങൾക്ക് 0 ആയിരുന്നു ഒരു പച്ചപ്പരി ഉസ്താദ് പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾക്ക് എവിടെ എത്തി? നിങ്ങൾ വിചാരിച്ച സ്റ്റോപ്പിൽ നിന്നൊക്കെ ഞങ്ങളെ വണ്ടി വിട്ടില്ലേ? സഹോദരന്മാരെ നോക്ക് നിങ്ങൾ. അന്ന് കാന്തപുരം ഉസ്താദ് ആ പ്രശ്നം അറിഞ്ഞു. അപ്പൊ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ കാന്തപുരം ഉസ്താദ് പഠിപ്പിച്ച ശിഷ്യനാ, എങ്ങനെയാ പൊതുവിഷയം കൈകാര്യം ചെയ്യേണ്ടതെന്ന് അവിടുന്ന് വിവരം കിട്ടിയ ആളാ, ആ തർബിയത്ത് സ്വീകരിച്ച ആളാ. പ്രൊഫസർ അമീർ സാഹിബ് പറഞ്ഞു, ഉസ്താദെ അത് പലരും ശ്രമിച്ചു, ആ സ്ഥലം കിട്ടണില്ല. ഇവിടെ ഉത്തരവാദപ്പെട്ട മന്ത്രിമാരും ഭരണകൂടങ്ങളും അധികാരികളും ഉദ്യോഗസ്ഥന്മാരൊക്കെ ബന്ധപ്പെട്ടു, ആ സ്ഥലം കിട്ടിയിട്ടില്ല. അതാണ് ഇപ്പോൾ ഉള്ള പ്രശ്നം. അങ്ങനെയാ AP ഉസ്താദ് ആ ചെറിയ ചിരിച്ച് അങ്ങനെ ചെന്നു. ആ മുതലാണ്ട് അല്ല നമുക്കിപ്പോ ആ സ്ഥലം ഒന്ന് കിട്ടണ്ടേ. മന്ത്രി ചോദിച്ചിട്ട് കൊടുക്കാത്ത AP ഉസ്താദ് ചോദിച്ചപ്പോൾ നിങ്ങൾ തന്നത് കിട്ടുന്ന വിലക്ക് എടുത്തോളൂ ഉസ്താദെ, നിങ്ങൾക്ക് തന്നെയാണ് അത്. നമ്മളെ മെമ്പറായിട്ടൊന്നല്ല, AP ഉസ്താദിനെ കണ്ടാ അങ്ങനെയാ, അതങ്ങനെയാണ്. അതിലിപ്പോ എന്താ കാട്ടാ? ഒന്നും കാട്ടിയിട്ട് കാര്യമല്ല. AP ഉസ്താദ് ഹജ്ജ് ഹൗസിന്റെ ഉദ്ഘാടനത്തിന് വരുന്നത് ഈ ആധാരം ചുറ്റി പിടിച്ചു കണ്ട. അപ്പുറത്ത് അച്യുതാനന്ദം, ഇപ്പുറത്ത് PV അബ്ദുൽ വഹാബ്, തൊട്ടപ്പുറത്ത് നമ്മളെ മഞ്ഞളാംകുഴി അലി, കൊണ്ടോട്ടിയിലെ MLA മമ്മുണ്ണി ഹാജി, ഇവരൊക്കെ നിന്നിട്ട് കയ്യടിച്ച. അപ്പോഴെ നമ്മളെ പാലോടി നീച്ചിന് അബീർ സാഹിബ് വന്നിട്ട് പറഞ്ഞു ഇവിടെ AP ഉസ്താദിന് ഒരു ചടങ്ങ് ചെയ്യാണ്ട്. അതേതാ ചെറുശ്ശേരിക്കണ ചടങ്ങല്ല, 5 സെന്റിന്റെ ആധാരം വിറ്റക്കായി ഇങ്ങോട്ട് വാങ്ങിയിട്ട് ചടങ്ങുക. അതല്ല, ഇതെന്താ 7 സെന്റ് ആധാരം കൊടുത്തിട്ട് അവിടെ വിപ്ലവം ഉണ്ടാക്കുക കാന്തപുരം. കാന്തപുരം ഉസ്താദ് എന്ത് ചെയ്തു? എഴുന്നേറ്റ് നിന്നിട്ട് പാലോളിന്റെ കയ്യിൽ 7 സെന്റ് ഭൂമിയുടെ കേരള ഹജ്ജ് ഹൗസിന്റെ മുമ്പിൽ മാന്യന്മാർക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ മാന്യമായ പാർക്കിംഗ് സൗകര്യം പാലോളിയുടെ കയ്യിലേക്ക് 7 സെന്റ് ഭൂമിയുടെ ആധാരമായി മാറി ചരിത്രം രചിക്കുകയായിരുന്നു കാന്തപുരം ഉസ്താദ്. അരങ്ങൾക്ക് അപ്പണ്ടി നമ്മൾ ഇതോട് കൊടുക്കുമ്പോ നമ്മൾ ആലിക്കുട്ടി പോലെ അരങ്ങനെ തപ്പണ് പറ്റുന്ന മതി. മനസ്സിലായ ഓൽക്കാലം ഇത് കാണാനും പറ്റൂല. എന്തെങ്കിലും ഒരു ഡോസ് വേണ്ട. അപ്പൊ 4 പോലെ കൊള്ളിക്കൂടാ വിചാരിച്ചുകൊണ്ട് മൂപ്പര് വെച്ചില്ലാൻ പോയി തപ്പുക. ഈ ജാതി രൂപത്തിൽ അല്ലെ കാന്തപുരം ഉസ്താദ് നിങ്ങൾ വിചാരിച്ചെടുത്ത് വിട്ടു. നിങ്ങൾ ആരോപണങ്ങൾ പലതും പറഞ്ഞു. കാന്തപുരം ഉസ്താദിനെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആക്കിയില്ലേ നിങ്ങൾ? പക്ഷേ നിങ്ങൾ എവിടെ എത്തി? കാന്തപുരം ഉസ്താദിനെ കുറിച്ച് മുമ്പ് നിങ്ങൾ കാർട്ടൂൺ വരച്ചു. എന്തേ? ഒരു കയ്യിൽ തസ്ബീഹുമാല, മറ്റേ കയ്യിൽ അരിവാൾ ചുറ്റിക. ഒരു കയ്യിൽ കൈപ്പറ്റി, മറ്റേ കയ്യിൽ തസ്ബീഹുമാല. വലത് കയ്യിൽ തസ്ബീഹുമാല, ഇടത്തെ കയ്യിൽ ജനതാദളിന്റെ ചക്രം. ഏതൊക്കെ രൂപത്തിലുള്ള ചിത്രം വരച്ച നേരങ്ങള്. പക്ഷെ ഏത് ചിത്രം വരച്ചപ്പോൾ AP ഉസ്താദിന്റെ ഒരു കയ്യിൽ ആത്മീയതയുടെ പ്രതീകമായ വിശ്വാസത്തിന്റെ ചൈതന്യമായ വലിയ ഈ സമുദായത്തിന്റെ സംസ്കാരണ സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഏതാത്മീയതയുടെ തസ്ബീഹുമാലയുടെ ചരട് പിടിച്ചിട്ടാണോ? ആ ചരട് പിടിച്ചുകൊണ്ട് കാന്തപുരം ഉസ്താദ് ഇന്നും കേരളീയ സമൂഹത്തിന്റെ നവോത്ഥാന വിപ്ലവത്തിന്റെ തുടിപ്പായി ലോകങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്ന അഖിലേന്ത്യാ സുന്നി ജമിഅത്തുൽ ഉലമയുടെ കരുത്തരായ കാര്യദർശി കാന്തപുരം പ്രിയ അബൂബക്കർ മുസ്ലിയാരുടെ കാർട്ടൂൺ നിങ്ങൾ വരച്ചു. ഏത് കാർട്ടൂൺ വരച്ചപ്പോഴും ഒരു തസ്ബീഹുമാല, ഒരു കയ്യിൽ തസ്ബീഹുമാല, മറ്റേ കയ്യിൽ നിങ്ങളെ അതാ ഞങ്ങള് ഈ തസ്ബീഹുമാല സംരക്ഷിക്കാൻ ഏത് ചക്രവും
ഈ തസ്ബീഹുമാരാ ഇപ്പൊ ഞങ്ങൾ വേണമെങ്കിൽ കോണിയും പിടിച്ചു ഇപ്പൊ സാരി ഇങ്ങനെ ഞങ്ങളെ എത്തുക വരണ്ടേ, അതിന്റെ അടിയിൽ ഇങ്ങനെ കിട്ടുന്ന വല്ല ആനുകൂല്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കോളി. വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞുകൊണ്ട് മാന്യന്മാരായ രാഷ്ട്രീയക്കാരെ നിങ്ങളെ ഈ തോന്നിയാസത്തിന് ഇനി കിട്ടൂല. മനസ്സിലായ നിങ്ങൾക്ക്? മാന്യന്മാരായ രാഷ്ട്രീയക്കാരെ കിട്ടൂല. അതേ മഹാനായ പാണക്കാട് ശിഹാബ് തങ്ങൾ കാണിച്ചു തന്നു. അതുവരെ ആ ഒരു ശൈലിയിലായിരുന്നു ഈ രാജ്യത്ത്, അല്ലെ? ഇന്നിതാ മഹാനായ ശിഹാബ് തങ്ങൾ ഒന്നിച്ചിരിക്കുന്നു. പള്ളി ഉദ്ഘാടനങ്ങളിൽ, മദ്രസ വേലകളിൽ, പലപ്പോഴും പല മദ്രസകളിലും ആ മദ്രസയുടെ പുനർനിർമ്മാണത്തിന് കാശ് ചെലവഴിച്ച സുന്നികൾ രണ്ട് വിഭാഗവുമുണ്ട്. ആ രണ്ട് വിഭാഗത്തിലെയും സുന്നികൾ രണ്ട് നേതാക്കളെയും കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചാൽ ചില ആളുകൾ അവിടെ ഉടക്ക് പറയാം. എന്തേ? ശിഹാബ് തങ്ങളെ കൊണ്ടുവരാൻ പറ്റൂല AP ഉസ്താദ് ഉണ്ടെങ്കിൽ. ഇന്ന് വിഷയം മാറി. അൽഹംദുലില്ലാഹ്, ആദർശ പൊരുത്തമുള്ള, കർമ്മ പൊരുത്തമുള്ള സദുദ്യമത്തിന്റെ വഴിയിൽ സാദാത്തുക്കളെയും ആലിമീങ്ങളെയും അല്ലാഹു തആല ഒന്നിപ്പിക്കുമാറാവട്ടെ. ആ യോജിപ്പ് കേരളത്തിന്റെ തെരുവുകളിലെ വിദഈ ചിന്താധാരകളുടെ അടിവേരമിക്കാൻ കാരണമാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ സദുദ്ദേശമുള്ളവർക്ക് സാധിക്കുള്ളൂ. അല്ലേ? കാന്തപുരം ഉസ്താദിനെ കമ്മ്യൂണിസ്റ്റ് ആക്കി. പക്ഷെ കാന്തപുരം ഒന്നും ആ ചിരിയും ചിരിച്ചിങ്ങനെ വന്നു നാട്ടുകാരടി കൂടെ. മഹാനായ കാന്തപുരം ഉസ്താദിന് മാറ്റമുണ്ടായില്ല. നാം നോക്കുങ്ങള് ഇടക്കാലത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ലേ, അവർക്ക് പല ഐക്യങ്ങളും പറ്റും. അതങ്ങനെയാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും അതുപോലെ CPM എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും കരുവാരക്കുണ്ട് പഞ്ചായത്തിനൊരു വികസന മുന്നണി ഉണ്ടാക്കുക. ഒരു വികസന മുന്നണി എവിടെ? കരുവാരക്കുണ്ട് പഞ്ചായത്ത്. ആ കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ വികസന മുന്നണി ഉണ്ടായപ്പോ അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും തമ്മിൽ ഒന്നിച്ചു ഭരിക്കാം. രാഷ്ട്രീയം അങ്ങനെയാണ്. അതിനിപ്പോ നമ്മള് ഇസ്ലാം ദീനും ഈമാൻകാരിയായി കുറ്റപ്പെടുത്തും പുറത്താക്കൊന്നും വേണ്ട. പക്ഷെ അന്ന് രസമുണ്ടായത് എന്താ കാര്യങ്ങള്? KT മാനൂലിയാരെ മുമ്പ് കോൺഗ്രസ്സുകാരെ ഐക്യമുന്നണിക്ക് വോട്ട് പിടിച്ചാൻ പോയ മനുഷ്യനാ. ഇത് ആർക്കറിയാം? കോൺഗ്രസ്സുകാർക്കറിയാം. കരുവാരക്കുണ്ട് അങ്ങാടിയിൽ നമ്മളെ മാനൂലിയാരെ ഒരു കട്ടൗട്ട് വരച്ചു നോക്കുമ്പോ എന്താ നിങ്ങൾ ഒരു കയ്യിൽ അരിവാൾ ചുറ്റിക, മറ്റേ കയ്യില് തസ്ബീഹുമാലയല്ല, മറ്റേ കയ്യിൽ കോണി. AP ഉസ്താദിന്റെ ചിഹ്നം എങ്ങനെ വരച്ചപ്പോഴും വലത്തെ കയ്യിലെ തസ്ബീഹുമാല പോയിട്ടില്ല. നാട്ടുകാർക്കറിയാം ഈ മൂല്യന്മാർക്ക് ഇതിന്റെ ഒന്നും ആവശ്യമല്ല. ഓലിങ്ങനെ അല്ലേ? എന്നിട്ട് 10 പറക്ക കാരന്തൂർ മർക്കസിൽ വിവിധ രാഷ്ട്രീയക്കാർ വന്നു. ബഹുമാനായ C മോയിൻകുട്ടി MLA, C മമ്മൂട്ടി സാഹിബ്, അവരൊക്കെ വന്നു. പക്ഷെ എന്ത് ചെയ്തു? നിങ്ങള് മുജാഹിദിന്റെ വേദികളിൽ മുസ്ലിം ലീഗിന്റെ MLA പോകുന്നു. പോയിക്കോട്ടെ, പൊതു പ്ലാറ്റ്ഫോമാണ്, നമുക്ക് എതിർക്കാൻ കഴിയില്ല. രാഷ്ട്രീയമാണ്. പക്ഷേ അവിടങ്ങളിലും കാണാത്ത സങ്കുചിതത്വം. എന്റെ C മമ്മൂട്ടി സാഹിബിനെ കുറച്ച് മൂല്യന്മാര് കൂടിയിട്ട് സമസ്തയുടെ വാർഷിക സമ്മേളനത്തിന് കടപ്പുറത്തേക്ക് C മമ്മൂട്ടി സാഹിബ് വരിക. അപ്പൊ കുറച്ച് മൂല്യന്മാര് കൂടിയിട്ട് വഴിയിൽ വെച്ചിട്ട് C മമ്മൂട്ടിയെ തടുക്കുക. എന്താ കാരണം എന്നറിയങ്ങള്? മഹാനായ പേരോട് ഉസ്താദിന്റെ കുറ്റ്യാടിയിലെ സിറാജുദ്ദീൻ യതീമുകളെയും പണ്ഡിതന്മാരെയും വാർത്തെടുക്കുന്ന സ്ഥാപനത്തിന്റെ വാർഷികത്തിൽ ഉത്തരവാദപ്പെട്ട ഒരു ജനപ്രതിനിധി എന്ന നിലക്ക്, മാന്യനായ രാഷ്ട്രീയക്കാരൻ എന്ന നിലക്ക് C മമ്മൂട്ടി സാഹിബ് പോയിന്റെ പേരിൽ വഴിയിൽ വെച്ച് മമ്മൂട്ടിനെ തടയാ. അല്ലേ? ഇതെന്ത് രാഷ്ട്രീയ, ഇതെന്ത് ദീന? C മമ്മൂട്ടിയെ മോയിൻകുട്ടി MLA ബഹിഷ്കരിക്കാൻ തീരുമാനം. എന്തേ? കാരന്തൂർ മർക്കസ് പോയിട്ട്. അതേസമയത്ത് ഇന്ന് അത് മാറി തുടങ്ങുകയാണ്. അതേസമയത്ത് നിങ്ങൾ നോക്ക്, പിണറായി വിജയനും മറ്റുമൊക്കെ വന്നപ്പോ ഇവര് പറഞ്ഞു നിരീശ്വരവാദികൾക്ക് സ്റ്റേജ് പാടില്ല, നിരീശ്വരവാദികൾക്ക് സ്റ്റേജ് കെട്ടിക്കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു പ്രസ്താവന ഇറക്കുക. സാദിഖ് അലി പറഞ്ഞാൽ അറിയില്ലേ? 14 കൊല്ലം വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് ആയ ആളാണ്. ഇത് ഗിന്നസ് ബുക്കിൽ സ്ഥാനം ഉണ്ടാവും. അങ്ങനെയാണ്. 14 കൊല്ലം ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് ഇരുന്നിട്ട് റെക്കോർഡ് നേടിയ ആളാണ്. അയാൾ പറയാം നിരീശ്വരവാദികൾക്ക് വേദി കൊടുക്കാൻ പാടില്ല. എന്നിട്ടോ ഇവര് പണ്ടൊരു ചങ്ങായിന്റെ പെരേക്ക് ഒരാൾ പിരിവിനില്ല. അപ്പൊ വലിയ കാക്ക പെരന്റെ മുകളില, ചെറിയ കാക്ക താഴെ നിൽക്കുന്നു. ഇയാൾ ഇങ്ങനെ വന്നിട്ട് സിറ്റ് ഔട്ടിലുള്ള ചങ്ങായിനോട് പിരിവ് വെച്ചപ്പോ പറഞ്ഞു ഇവിടെ ഒന്നുമില്ല, പോയിക്കോളി. കാരണം കാക്കാന്റെ ശൈലി അതാണ്, ആരെ ഇവിടെ ഒന്നും കിട്ടലില്ല എന്നല്ല. അങ്ങനെ ഈ ചങ്ങായി മടങ്ങിപ്പോകുക. അപ്പൊ മേലക്കിട കാക്ക താഴേക്ക് വന്നിട്ട് പോണ ആളാണ് വിളിച്ചിട്ട് പറഞ്ഞു എന്തിനെ ഇവിടെ വന്നിന്? ഞാൻ വല്ല ചായ പൈസയും കുത്തിവെക്കാൻ വന്ന. എന്നിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു? ഇവിടെ ഒന്നും ഇല്ലാന്നാ പറഞ്ഞ. എന്നാലേ ഇവിടെ ഉണ്ട് എന്ന് പറയാനോ ഇല്ല എന്ന് പറയാനോ അധികാരം എനിക്കാണ്, ഇവിടെ ഒന്നുമില്ല, പോയിക്കോ. ഇതേമാതിരി നിരീശ്വരവാദികളെ ഇരുത്താൻ പാടില്ല എന്ന് സാധിക്കണം. ആർക്ക്? നമ്മക്ക് ഇരുത്താൻ പാടില്ല, മർക്കത്തിൽ ഇരുത്താൻ പാടില്ല, കുറ്റ്യാടിയിൽ ഇരുത്താൻ പാടില്ല. പിന്നെ ആർക്ക് ഇരുത്താൻ പാടുള്ള കാര്യങ്ങൾ അവർക്ക് ഇരുത്താം. ആർക്ക്? ഇവർക്ക് ഇരുത്താം. ഇവരുടെ സ്ഥാപനങ്ങളിൽ, ഇവരുടെ പരിപാടികളിൽ, അവിടെയൊക്കെ ഇരുത്താം. പക്ഷെ ഇരുത്തുമ്പോ എന്താ വ്യത്യാസം എന്ന് പറയുന്നത്? നമ്മൾ ഇരുത്താണ് ഈ ആലിമ്യങ്ങളൊക്കെ അവലും തൊപ്പിലും മാമൂമികളായിട്ട് രാഷ്ട്രീയക്കാരുണ്ടാക്കാം.
ഇവരെ സമ്മേളനത്തിലൊക്കെ എന്താണ് നമ്മളെ ഈ അടിച്ചു തരുന്ന ടീം ബാക്കിലാണ്. ഓരവിടെ തന്നെ നിൽക്കണ്ടേ അല്ലേ? ഓരവിടെ തന്നെ നിൽക്കണ്ടേ. ഇങ്ങള് പിന്നെ മുന്നിൽ ആരാണ്ടാകുക? നമ്മളെ പിന്നെ രാഷ്ട്രീയക്കാര്, മാനേജർമാര് മുന്നിലിരിക്കും, സ്പോൺസർമാര് മുന്നിൽ, ഈ അടിച്ചു തരുന്ന കൗമ് ബാക്കിൽ നിൽക്കുക. സഹോദരന്മാരെ നോക്ക്, എന്നിട്ട് ഇവരെ ഒരുപാട് പരിപാടികളിൽ രാഷ്ട്രീയക്കാരിയ്ക്കുന്നു. അതാ ഞാൻ പറഞ്ഞ സൈദാലിക്കുട്ടിന്റെ പേരിലും ഈ കൗമ് എന്തിന് മൗലൂദ് ഓതാനേ നമ്മൾ ചെയ്യേണ്ട പണി ഓല് ചെയ്യാ. ഞങ്ങൾക്ക് ഏതായാലും അതാ പണി ഞങ്ങളെ വാദം അല്ലേ? അവിടെ പോയിട്ട് എന്തേ കാര്യം നേടാൻ കൈതക്കാലും പിടിച്ചാൽ നിങ്ങൾ തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് അല്ല. എന്നാൽ കാന്തപുരം ഉസ്താദ് പഠിപ്പിച്ചു തന്നു അല്ലേ? കേരളത്തിൽ എങ്ങനെ മുസ്ലിംകൾ മുന്നോട്ട് പോകണം. വിദ്യാഭ്യാസ രംഗത്ത് സമുദായത്തിന്റെ ഭൗതികമായ പരാജയം കണ്ടുകൊണ്ട് സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. കേരളത്തിന്റെ കവലകളിൽ ഇവിടെ ഒരു നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ എന്തെങ്കിലും ഒരു സംവരണം വന്നാൽ സമുദായത്തിൽ നിന്ന് ആരെ പിടിച്ചു കൊടുക്കാൻ വിദ്യാഭ്യാസമുള്ളവരാരുണ്ട്? അവിടെയാണ് കാന്തപുരം ആലോചിച്ചത്. കാന്തപുരം മുന്നോട്ട് വന്നു. സമുദായത്തിൽ നിന്ന് വിദ്യാഭ്യാസമുള്ള വിവരമുള്ള ആളുകളെ വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ അവരെ വളർത്തിക്കൊണ്ടുവന്നു. അഗതികളും അനാഥകളും ഉൾക്കൊള്ളുന്ന 10-30 വർഷം മുമ്പ് കാരന്തൂരിലെ കേരളത്തോപ്പുകളിൽ നിന്ന് കമറുലമ കാന്തപുരം ഉയർത്തിവിട്ട മതവൈജ്ഞാനിക വിപ്ലവത്തിന്റെ നവോത്ഥാനത്തിന്റെ കൊടുങ്കാറ്റ് കേരളത്തിന്റെ കവലകളിൽ ആഞ്ഞടിച്ചു. മലപ്പുറം ജില്ലയിലും കോഴിക്കോടുമൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നൂറുകണക്കായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അഗതികളെയും അനാഥകളെയും ദത്തെടുത്തു വളർത്തുക. പല സാമുദായിക സംഘടനകളും സമുദായത്തിന്റെ പേര് പറഞ്ഞ് ഇവിടെ കോളേജുകളും അതുപോലെ സ്ഥാപനങ്ങളും വാങ്ങുമ്പോൾ ആ സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി കുടിയിരുത്തുന്നത് ആരെയാ? മാനേജ്മെന്റുകളിൽ മാനേജറുടെ മേശപ്പുറത്ത് ആർക്കാണോ ഡൊണേഷനുകളായി സമ്മാനമായി ആയിരങ്ങൾ കാണിക്ക വെക്കാൻ കഴിയുന്നത് അവർക്കാണ് അത്തരം സ്ഥാപനങ്ങളിൽ സീറ്റുള്ളത്. എന്നാൽ കാന്തപുരം നിർമ്മിച്ചത് അവിടെയല്ല. ഇവിടെ ഒരു സംവരണം വന്നാൽ ആ സംവരണത്തിന്റെ ഭാഗമായി ഇവിടെ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിപ്പെടേണ്ടത് ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ പുറമ്പോക്കിൽ ജീവിക്കുന്ന അഗതികളാകണം, അനാഥകളാകണം. അതിനുവേണ്ടി കാന്തപുരം ഉസ്താദ് മുന്നോട്ട് വന്നു. മാപ്പിളമലബാറിന്റെ വിവിധ തെരുവുകളിൽ ഖിലാഫത്തുകളുടെ ഭാഗമായി കണ്ണുനീർ കുടിച്ച യതീമുകളെ കൈപിടിച്ച് തിരുവിരങ്ങാടിൽ യതീംഖാന ഉണ്ടാക്കി KM മൗലവി വഹാബികളെ ഉണ്ടാക്കിയപ്പോൾ അങ്ങനെയാ വഹാബികൾ ഉണ്ടായത്. എങ്ങനെ? പഴയ കാലത്ത് തിന്നാൻ കൊടുക്കാല്ലാത്ത ബാപ്പ ഇമ്മാരെന്ത് ചെയ്തു? ബാപ്പ മരിച്ചു, ഉമ്മാക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? കിട്ടുന്ന എത്തിങ്ങാണി കൊണ്ടേ കൊടുത്തതാ. കത്തി കടന്ന് കതിര് പോരട്ടെ വിചാരിച്ച് എങ്ങനെയാലും ജീവിക്കട്ടെ എന്ന് കരുതി കൊണ്ടുപോയി കൊടുത്തതാ. ഇന്ന് നമ്മളെ നാട്ടിൽ കൂടെ ഉള്ള ഒരു മധ്യവയസ്കരായ മുജാഹിദ് മൗലവിമാരൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ബാപ്പ സുന്നിയാളാ, ഉമ്മയും സുന്നിയാണ്. പിന്നെ ഇയാളെങ്ങനെയാ മുജാഹിദ് ആയതെന്ന് ചോദിച്ചാൽ ചെറുപ്പത്തിൽ മുജാഹിദ് എത്തിങ്ങാനി പോയതാ. ഇത് കാന്തപുരം മനസ്സിലാക്കി. കാരന്തൂരിലെ കേരളത്തോപ്പുകളിൽ എത്തിങ്ങാനയുണ്ടാക്കി. അറിയുമോ സഹോദരങ്ങളെ, ആരാണ് കാന്തപുരം എന്നറിയണം. നിഷ്പക്ഷ ബുദ്ധിയോടെ രാഷ്ട്രീയത്തിന്റെ പതാക ഏതുപിടിക്കാം, സാമൂഹിക രംഗത്ത് ഏത് പ്രവർത്തനവും നടത്താം. നന്മ ചെയ്യുന്ന ആളുകൾക്ക് തടസ്സം നിന്ന് ഹൈറ് ചെയ്യുന്നവരുടെ വഴിമുടക്കികളാകരുത് എന്നാണ് വിനയത്തോടെ പറയാനുള്ളത്. കാരന്തൂർ മർക്കസിൽ പഠിക്കാൻ ഭാഗ്യം ലഭിച്ച വിനീതനായ വിദ്യാർത്ഥി എന്ന നിലക്ക് ഞാൻ ഓർക്കുകയാണ്. അതിരാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വലിയ സുബഹികളായി നടക്കുന്ന കാരന്തൂരിലെ മസ്ജിദുൽ ആമിനിലെ ആദ്യത്തിൽ നിന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് തന്റെ വിശാലമായ ദർസുഖാനിലേക്ക് കാന്തപുരം ഉസ്താദ് കടന്നു വരുമ്പോൾ അവിടെ ഇമാം ബുഖാരിയുടെ ഉജ്ജ്വലമായ ഹദീസിന്റെ പാഠഭാഗങ്ങൾ പഠിക്കാനും വകുപ്പാനും കാന്തപുരം ഉസ്താദിനെ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. നേപ്പാളുകളും പശ്ചിമ ബംഗാളുകാരും ശ്രീലങ്കക്കാരും യുപിക്കാരും ബീഹാറുകാരും കാശ്മീരികളുമായ ഒരുപാട് വിദ്യാർത്ഥികൾ. സാധുക്കളായ ഞങ്ങളെപ്പോലുള്ള 600ഓളം വരുന്ന വിദ്യാർത്ഥികളുടെ മുമ്പിൽ തമിഴിലും ഉറുദുവിലും അറബിയിലും ബുഖാരിയുടെ ആശയ സംഖ്യത സമൂഹത്തെ പഠിപ്പിച്ച് കേരളത്തിന്റെ കവലകളിൽ ആദർശത്തിന്റെ പടച്ചുടലിഞ്ഞ ആയിരങ്ങളായ സകാഫ് പടയാളികൾ കേരളത്തിന്റെ കുഗ്രാമങ്ങളിൽ വിന്യസിപ്പിച്ചുകൊണ്ട് ആദർശ പോരാട്ടത്തിന്റെ ചരിത്രം വഹിച്ച മഹാനായ കാന്തപുരം. ആ കാന്തപുരം ഉസ്താദ് തന്റെ സഭയ്ക്ക് വന്നിരിക്കുമ്പോൾ ആ സഭയ്ക്ക് കഴിഞ്ഞ് തന്റെ ദുരന്ത ക്ലാസ് കഴിഞ്ഞ് അദ്ദേഹം തന്റെ ഓഫീസിലേക്ക് വരുമ്പോൾ ആ ഓഫീസിൽ നൂറുകണക്കായ ജനങ്ങൾ തടിച്ചുകൂടുകയാണ്. ആരാണ് അവിടെ കടന്നു വന്നത്? ഈമാനുള്ള മുസ്ലിമേ, മനസാക്ഷിയുള്ള മനുഷ്യരെ, നിഷ്പക്ഷമായി നിങ്ങൾ ആലോചിക്കണം. കാന്തപുരം ഉസ്താദ് ഈ രാജ്യത്തിലെത്തിയെന്ന് MLA ഒരു പഞ്ചായത്ത് മെമ്പറല്ല. ആ പണ്ഡിതനെ കാണാൻ തന്റെ ഓഫീസിൽ തടിച്ചുകൂടിയ
കൊണ്ടുവന്നവരാണ്. കേരളത്തിന്റെ വിവിധ ഗ്രാമങ്ങളിൽ നിന്ന് ഒരു നേരത്തെ ചുറ്റടക്കാൻ വകയില്ലാതെ ദശം കെട്ടിയ വയറുമായി ചെറ്റക്കുടിയിൽ താമസിക്കുന്ന പുറംനിറഞ്ഞു നിൽക്കുന്ന പെൺമക്കളെ കെട്ടിക്കാനുള്ള പിതാവ് സുബൈൽ കാരം കഴിഞ്ഞ് തന്റെ മകളുടെ മുഖത്ത് നോക്കാനുള്ള കരുത്തില്ലാതെ കാരന്തൂർ മർക്കസിലേക്ക് വണ്ടി കയറുന്നു. കാന്തപുരം സ്ഥാനത്തെ കൈകളിൽ നിന്ന് ബറക്കത്തിന്റെ കാശ് വാങ്ങി എന്റെ മകളുടെ കല്യാണത്തിൽ ഇറങ്ങിയാൽ അത് വിജയിക്കുമെന്ന ബോധ്യമുള്ള പിതാവ് കാന്തപുരം സ്ഥാനത്തിന്റെ ബുഖാരിയുടെ കാശ് കഴിഞ്ഞ് തിരിച്ചു വരുന്നവൻ കാത്തിരിക്കുകയാണ്. ആലോചിക്കണം നിങ്ങൾ, പിന്നെ ആരാണ് അവിടെയുള്ളത്? നിത്യരോഗിയായ തന്റെ മകന്റെ കൈ പിടിച്ചു വന്ന പിതാവ് കാന്തപുരം ഉസ്താദിന്റെ ദിക്ർ ചെല്ലുന്ന, തസ്ബീഹ് ചെല്ലുന്ന, സ്വലാത്ത് ചെല്ലുന്ന, അതരങ്ങളിൽ നിന്ന് തിരിഞ്ഞു വീഴുന്ന പരിശുദ്ധമായി ഊറ്റുകൊണ്ട് തന്റെ മകന്റെ രോഗം മാറുമെന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കിയ പിതാക്കളാണ് തന്റെ മകന്റെ കൈ പിടിച്ചവിടെ കടന്നു വന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അകത്തലങ്ങളിൽ പിതാവിനെ അഡ്മിറ്റ് ചെയ്ത് പുറത്തേക്കിറങ്ങിയ ഭീമമായി വളരുന്ന മരുന്നിന്റെ ചീട്ട് കയ്യിലെടുത്ത സാധാരണ കുടുംബത്തിലെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ കവലയിൽ വന്ന് അവിടെയുള്ള പെട്ടിക്കടക്കാരനോട് ചോദിക്കുന്നു, വിറയാർന്ന കൈകളോട് എന്റെ പിതാവിൻ രോഗിയായി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, എന്റെ പിതാവിന് മരുന്ന് വാങ്ങാൻ ഒരു ഹെൽപ്പ് കിട്ടണം എന്നവിടെയുള്ള പെട്ടിക്കട നടത്തുന്ന ജോസഫിനോട് ചോദിച്ചാൽ, രാമകൃഷ്ണനോട് ചോദിച്ചാൽ, അബൂബക്കറിനോട് ചോദിച്ചാൽ അവരൊക്കെയും ചൂണ്ടിക്കാണിക്കുന്ന കേരളത്തിന്റെ ഒരു കേന്ദ്രബിന്ദുവുണ്ട്. മഹാനായ കമർലമാ കാന്തപുരം ഉസ്താദിന്റെ ആസ്ഥാന കേന്ദ്രമായ കാരന്തൂർ മർക്കസാണത്. അറിയുമോ നിങ്ങൾക്ക്? ആ മക്കൾ അവിടെ കാന്തപുരം ഉസ്താദിനെ കാത്തിരിക്കുകയാണ്. കേരളത്തിന്റെ വിവിധങ്ങളായ ഗ്രാമങ്ങളിൽ നിന്ന് ചോർന്നൊരുക്കുന്ന മദ്രസകളിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആനിലേക്ക് വെള്ളരിച്ചു വീഴുമ്പോൾ ചോർന്നൊരുക്കുന്ന മദ്രസയെന്ന് പോലിച്ച് ഒരു ഉന്നതമായ മദ്രസ നിർമ്മിക്കാൻ അങ്ങൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് കോഴിക്കോട് ജില്ലയുടെ ഓമശ്ശേരിയുടെ അതുപോലെ കൊടുവള്ളിയുടെ വിവിധ പ്രദേശങ്ങളിൽ ആ മഹാമനീഷിയുടെ ബറക്കത്തുള്ള കൈകളെ കൊണ്ട് കൊടുത്തുയർത്തിയ എത്ര മതസ്ഥാപനങ്ങളുണ്ട് സഹോദരന്മാരെ. അങ്ങനെ ഒരു മദ്രസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഉമറാക്കളെ നിങ്ങൾക്ക് അവിടെ കാണാം. ഈ മനുഷ്യരുടെ മുഴുവനും പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ച് തന്റെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. എവിടേക്കാണ് ആ പണ്ഡിതൻ പോകുന്നതെന്നറിയാമോ? വയസ്സേറെയായി താടിയും മുടിയും മരിച്ചുപോയി എന്റെ മുമ്പിൽ നിലവാദിച്ച് വന്ന വയോധികളായ കാരണവന്മാരോട് ചോദിച്ചട്ടെ, 70-75 വയസ്സായ ഒരു കാരണവർ ആലോചിക്കുന്നത് എന്താണ് മുസ്ലിമേ? അല്പം പ്രായമായി പോയി, ക്ഷീണമായി പോയി, കുഴക്കായി പോയി, തന്റെ പേരക്കുട്ടികളോട് സല്ലപിച്ച് വീട്ടിലെന്ന് വിശ്രമിക്കട്ടെ എന്ന് ചിന്തിക്കേണ്ട പ്രായം. ആ പണ്ഡിതൻ തന്റെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുന്നത് 7 വയസ്സുള്ള, 5 വയസ്സുള്ള, 8 മുട്ടും തിരിയാത്ത പിഞ്ചോമന മക്കളടങ്ങുന്ന 1500ഓളം വരുന്ന ആണും പെണ്ണുമായ ടീമുകൾ അവിടെയുണ്ട്. ആ ടീമുകൾക്ക് നാളെ രാവിലത്തെ പ്രഭാതം എന്റെ കൈകളെ കൊണ്ട് ലഭിക്കണം, നാളെ ഉച്ചഭക്ഷണം എന്റെ കൈകളെ കൊണ്ട് ലഭിക്കണം. അറിയുമോ നിങ്ങൾക്ക്? രാജ്യത്തിന്റെ കവലകളിൽ ആരെങ്ങൾക്കെതിരെ തോന്നിവാസം പറയുന്ന കൂപമണ്ടുകളെ രംഗത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കണം. ഈ സമുദായത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി പ്രഭാതം വിടർന്ന് പ്രദോഷമാകുന്നതിന്റെ മുമ്പ് ഈ സമുദായത്തിന് വേണ്ടി 1.5 ലക്ഷം രൂപ കയ്യിലെത്തിയില്ലെങ്കിൽ ഈ സമൂഹത്തിന് വേണ്ടി, അനാഥകൾക്ക് വേണ്ടി വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ പേരിൽ കണ്ണുനീരൊലിക്കുന്ന, ഉറക്കൊഴിക്കുന്ന ഒരു പണ്ഡിതന് ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അത് കമർലമാ കാന്തപുരമെത്തിയ മുഖ്യമന്ത്രിയാണ്. അറിയുമോ നിങ്ങൾക്ക്? വെറുതെ അത്തരെ പോലെ രാക്ഷസന്മാരെ പോലെ തെരുവിലിറങ്ങി മനുഷ്യന്റെ രക്തം കുടിക്കരുത്. മാന്യമായിട്ടാ പറയുന്നത്. നിങ്ങൾ ആലോചിക്കണം സഹോദരന്മാരെ. തന്റെ ഓഫീസിൽ നിറങ്ങുന്നത് ആ യതീമുകളുടെ കണ്ണുനീര് തുടക്കുക. അവർക്ക് ഭക്ഷണം തേടി ഉദാരമതികളുടെ കവാടം മുട്ടുകയാണ്. വൈകുന്നേരമായാൽ ആ പണ്ഡിതൻ ഉറങ്ങുകയല്ല. തന്റെ പേരക്കിടാങ്ങളുടെ അരികിലേക്ക്, മക്കളുടെ അരികിലേക്ക് ആ പണ്ഡിതന്റെ വാഹനം പോകുന്നില്ല. അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ കഥ പറയുന്നവരെ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക്? ആ പണ്ഡിതൻ രാത്രി സ്വസ്ഥമായി ഉറങ്ങുകയല്ല. രാത്രികളിൽ ഇതുപോലെയുള്ള കവലകളിൽ 6-7 പരിപാടികളിലേക്ക് ആ പണ്ഡിതന്റെ വാഹനം ഓടുകയാണ്. ആ പരിപാടികളിൽ ആയിരങ്ങളായ ഉമ്മമാരെയും ഉപ്പമാരെയും യുവസമൂഹത്തെയും മുന്നിലിരുത്തി വാചക പ്രകീർത്തനങ്ങളുടെ ഹൃദയത്തുടിപ്പാർന്ന ഉജ്ജ്വലമായ സമൂഹത്തിന്റെ മനോരങ്ങളിലേക്ക് കൈമാറി ഓരോ പരിപാടികളിലും കണ്ണുനീരൊലിപ്പിച്ച് പ്രാർത്ഥിച്ച് ആയിരങ്ങളാമീൻ പറഞ്ഞു
അണിഞ്ഞ് ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഉന്നതമായ ദൗത്യം നിർവഹിക്കുകയാണ്. അറിയുമോ നിങ്ങൾക്ക്, ആ പണ്ഡിതൻ സ്വസ്ഥമായി അല്പസമയം ഉറങ്ങുന്നുവെങ്കിൽ തന്റെ വാഹനത്തിൽ വെച്ചുകൊണ്ട് എന്തിനു വേണ്ടി ഒരുപക്ഷെ മർക്കസിന്റെ ഓഫീസിലെത്തിയാൽ ഉറങ്ങി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ സമയമുണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്റെ വാഹനത്തിൽ അല്പം ഉറങ്ങി കാരന്തൂരിന്റെ ഓഫീസിന് സാധുക്കളായി ഞങ്ങൾ അവിടെ പഠിക്കുമ്പോൾ പല ദിവസങ്ങൾക്ക് അവർക്കോട് പ്രതിബദ്ധത പുലർത്താൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ രാത്രി 6-7 പരിപാടികളിൽ പങ്കെടുത്ത രാത്രി തന്റെ വാഹനത്തിൽ അല്പം ഉറങ്ങി ആ പണ്ഡിതൻ തന്റെ ഓഫീസില് ഉറക്കൊടിച്ച് ദീർഘമായ സൂറത്ത് പാരായണം ചെയ്ത് തഹജ്ജുദ് നിസ്കരിക്കുകയാണ് മുസ്ലിമേ, തഹജ്ജുദ് നിസ്കരിക്കുകയാണ് മുസ്ലിമേ. ആ നിസ്കാരം കഴിഞ്ഞ് കാന്തപുരത്തെ പരി പറയുന്നവർ, കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നവർ കൈപ്പൂറ്റി ഉറങ്ങുമ്പോൾ ആ പണ്ഡിതൻ ഉണർന്നു നിൽക്കുകയാണ്. അദ്ദേഹം ഉണരുകയാണ്, അദ്ദേഹം ഊർജ്ജസ്വലനാവുകയാണ്. ഈ സമൂഹത്തിന് വേണ്ടി, ഈ സമുദായത്തിന് വേണ്ടി നൂറുകണക്കായ വേദികളിൽ സമുദായത്തിന്റെ സദുദ്യമങ്ങൾക്ക് വേണ്ടി, എത്തീമുകൾക്ക് വേണ്ടി കൈനീട്ടി കുട്ടികൾക്ക് അരിവാങ്ങാനുള്ള കാശ് കാന്തപുരം ഉസ്താദിന്റെ വായന കേൾക്കാൻ വേണ്ടി അങ്ങാടിയിലേക്ക് പുറപ്പെടുമ്പോൾ കുട്ടിയുടെ മരുന്ന് ചീട്ട് കീശയിലിട്ട് ആ മരുന്ന് കൂടി വാങ്ങാമെന്ന് കരുതിപ്പോയി. കാന്തപുരം ഉസ്താദിന്റെ വായനു ശേഷം ആ പണ്ഡിത മനീഷി കൈനീട്ടുമ്പോൾ, ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൈനീട്ടുമ്പോൾ മകന് മരുന്ന് വാങ്ങാനുള്ള കാശ് ആ പണ്ഡിതന്റെ കൈകളിൽ വെച്ചു കൊടുത്താൽ ഞാൻ വീട്ടിലെത്തുമ്പോഴേക്ക് എന്റെ മകന്റെ രോഗം മാറുമെന്ന് വിശ്വാസമുള്ള നിഷ്കളങ്കരായ വിശ്വാസികൾ നീട്ടിയ നാണയത്തൊട്ടുകൾ ഉപയോഗിച്ച് കാന്തപുരം വിപ്ലവങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തൊരു വിരോധാഭാസമാണ് ഇവിടെ നടക്കുന്നത്, യശത്തോനിവാസമാണ് ഇവിടെ നടക്കുന്നത്. അറിയുമോ നിങ്ങൾക്ക്, ആ പണ്ഡിതന്റെ തിരക്ക് പിടിച്ച സമയങ്ങളിൽ ഒഴിവ് കിട്ടുമ്പോൾ ആ പണ്ഡിതൻ മിഠായി പേക്കുമായി തുർക്കിയായ പിങ്കാനയിലേക്ക് കടന്നു വരുന്നു. എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചോമന മക്കള് കാന്തപുരം ഉസ്താദ് തുർക്കിയായ പിങ്കാനയുടെ മുറ്റത്ത് കസേരയിട്ടിരിക്കുമ്പോൾ ആ വന്നവയോധികരായ പണ്ഡിത പ്രഭുവിന്റെ മടിയിലേക്ക് കയറിയിരിക്കാൻ തിക്കും തിരക്കും കൂട്ടുന്ന പിഞ്ചു വയസ്സുള്ള 5-6 വയസ്സുള്ള പിഞ്ചോമന മക്കൾ അല്ലാഹുവിന്റെ വിധിക്ക് വിധേയപ്പെട്ടുകൊണ്ട് ചെറുപ്പത്തിലെ അനാഥമാക്കപ്പെട്ട് പിതാവിന്റെ മടിയിൽ നിന്ന് സല്ലപിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ഉമ്മയുടെ മടിയിൽ നിന്ന് ഉമ്മയുടെ മുഖത്ത് നോക്കി അവിടുത്തെ പുഞ്ചിരി കണ്ട് ജീവിക്കാനുള്ള വിധി അല്ലാഹുവിന്റെ കലാവ് കൊണ്ട് നഷ്ടപ്പെട്ട ആയിരങ്ങളായ മക്കളാണ്. ആ മക്കൾ ഒരു വല്ലിപ്പയോടെന്ന പോലെ, ഒരു പിതാവിനോടെന്ന പോലെ ആ പണ്ഡിതനോട് സ്നേഹം പങ്കുവെക്കുകയാണ്. കാന്തപുരം ഉസ്താദിന്റെ കയ്യിലുള്ള മിഠായി പേക്കിന് വേണ്ടി തിക്കും തിരക്കുറിക്കുന്ന പിതാവിന്റെ ലാളനയേൽക്കാത്ത പിഞ്ചോമന മക്കളുടെ മനസ്സറിയാൻ കഴിയുന്ന മുസ്ലിം കവനയില്ലേ? ഞാൻ ചോദിക്കുന്നു, കാന്തപുരം ഉസ്താദിന്റെ മടിയിൽ കയറിയിരിക്കാൻ തിരക്ക് കൂട്ടുന്ന പിഞ്ചോമന മക്കൾ അവിടുത്തെ കീശയിലുള്ള പേന എടുക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുന്ന കുഞ്ഞുമക്കൾ ഒരു വല്ലിപ്പയോടെന്ന പോലെ ലൗലമായ കാന്തപുരം ഉസ്താദിന്റെ താടിയിൽ തലോടി ഒരു വല്ലിപ്പയോടെന്ന പോലെ പൊന്നരിക്കുന്ന പിഞ്ചോമന കുഞ്ഞുങ്ങളുടെ അനാഥകളുടെ മനസ്സ് വായിക്കാൻ കഴിയാത്ത മരവിച്ചുപോയ മനസ്സാണോ ഇവിടെയുള്ള ചില ആളുകൾക്കുള്ളത്? അറിയണം നിങ്ങൾക്ക്, ഈ രൂപത്തിൽ മഹാനായ കാന്തപുരം ഉസ്താദ് മുന്നോട്ട് പോയി. എത്രത്തോളം നിങ്ങൾ അറിയണം, ഇന്ത്യ രാജ്യത്തിന്റെ ക്യാൻസറായി മാറിയിട്ടുണ്ട് കാശ്മീർ. കാശ്മീർ ഭയചകിതമായ പ്രദേശം. ഏതാനും തീവ്രവാദികൾ ഇസ്ലാമിക വിപ്ലവം ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ച മണ്ണ. എന്തായി ഫലം? തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഫലമായി കേരളത്തിൽ അതിരാവിലെ പുസ്തക സഞ്ചിയെടുത്ത് 7 വയസ്സുള്ള വിദ്യാർത്ഥിക്ക് മദ്രസയിലേക്ക് ആരെയും പേടിക്കാതെ പോകാനുള്ള അവകാശവും സ്വസ്ഥതയുമുണ്ട്. എന്നാൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരാൻ തോക്ക് പിടിച്ചു മുന്നേറിയ കാശ്മീരിൽ ഇന്നെന്താ കഥ? ചെറുപ്പത്തിലെ ഒരു കുട്ടിക്ക് അലിഫ് പഠിക്കാനുള്ള ഭാഗ്യമില്ല, അലിഫ് പഠിക്കാനുള്ള ഭാഗ്യമില്ല. കാശ്മീരിൽ മുസ്ലിം സമൂഹം 2 പ്രതിസന്ധികൾ നേരിടുന്നു. തീവ്രവാദികളുടെ തണ്ടവങ്ങളും അത് തക്കയില്ലാത്ത ഇന്ത്യൻ പട്ടാളക്കാരുടെ വെടിവെപ്പുകളും വേട്ടയാടലുകളും ഒരേ സമയത്ത് നേരിടേണ്ടി വരുന്ന തീവ്രവാദികളും അതുപോലെ അവിടുത്തെ സാധാരണ മനുഷ്യരും. കാന്തപുരം ഉസ്താദിന്റെ മനസ്സങ്ങോട്ട് ചലിച്ചു. കാശ്മീരിന്റെ പ്രയാസം പരിഹരിക്കണം. നിങ്ങൾ അറിയണം, കാന്തപുരം ഉസ്താദ് അവിടെ കൊണ്ടുവന്നു. ഇവിടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഭീകരരാഷ്ട്രമാണ്, ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ തീവ്രവാദികളാണ്, ക്രൈസ്തവരോടുകൂടെ ഇരിക്കാൻ പാടില്ലെന്ന് ചൊല്ലി പഠിപ്പിച്ച തീവ്രവാദത്തിന്റെ കളിത്തൊട്ടിലായ കാശ്മീരിലില്ല. അനാഥ മക്കളുടെ കൈപിടിച്ചു കൊണ്ടുവന്നു. കാശ്മീരില് ഒരു വിദ്യാർത്ഥിക്ക് തന്റെ ചെറുപ്പകാലത്ത് പുസ്തക സഞ്ചിയെടുത്ത് ഫാത്തിഹ സൂറത്ത് പഠിക്കാൻ മദ്രസയിൽ പോകാൻ സാധിക്കുന്നില്ല. അവൻ ചെറുപ്പത്തിലെ കേൾക്കുന്നത് വെടിവെച്ചകളാണ്, ബോംബ് സ്ഫോടനങ്ങളാണ്. അത് കേട്ട് മരവിച്ചുപോയ മനസാക്ഷി ആ യുവ സമൂഹത്തെ കാന്തപുരം കൈപിടിച്ചു കൊണ്ടുവന്നു.
18 വയസ്സുള്ള, 8 വയസ്സുള്ള, 7 വയസ്സുള്ള, 9 വയസ്സുള്ള കാശ്മീരിലെ പിഞ്ചു ബാലികൾ പിഞ്ചുമക്കൾ അവിടെ പഠിക്കുകയാ. ഒരു ചങ്ങാതി ഉളുപ്പില്ലാതെ ഇവിടുന്ന് പറയുകയാ, കാശ്മീരിലെ കുട്ടികളല്ല, മുതലാളി കുട്ടികളാ, സാധുക്കളല്ല. പെറ്റ പെണ്ണു പറയാ വേദനല്ല, കണ്ടുക്കണ ഒത്താച്ചി പറയാ വരുത്തുണ്ട്. പ്രസവിക്കണ പെണ്ണു പറയാ സുഖപ്രസവ. സിസേറിയൻ നടത്തിയ സിസ്റ്റർ പറയാ വളരെ വേദനയുള്ള പ്രസവമായിരുന്നു. ആരെ സ്വീകരിക്കണം? എന്റെ മുസ്ലിമേ, അത് ആഖിറത്തിലല്ല, കാരന്തൂരാൻ പാവാട് പ്രദേശത്തെ നല്ല മനുഷ്യരോട് ഒഴിമുട്ടുമ്പോൾ കാരന്തൂർ മർക്കസിലേക്കൊന്ന് ബസ് കയറാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഒന്ന് പോയി കാണണം. ആഖിറത്ത് നഷ്ടപ്പെടുത്തരുത്, ആഖിറം നഷ്ടപ്പെടുത്തരുത്. കാന്തപുരം ഉസ്താദ് എടുത്തു 500ഓളം 600ഓളം വിദ്യാർത്ഥികളെ കാരന്തൂർ കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന് പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് 10 വർഷത്തിനുള്ളിൽ ആയിരങ്ങളായ കാശ്മീരിലെ യുവാക്കളെ കൊണ്ടുവന്ന് ഇന്ത്യ എന്താണ്, മതമൈത്രി എന്താണ്, രാജ്യസ്നേഹം എന്താണ്, സമുദായ സ്നേഹം എന്താണെന്ന് പഠിപ്പിച്ച് കാശ്മീരിലുള്ള പ്രതിസന്ധി മുഷറഫ് കരുതിയിട്ട് തീരുമാനമാക്കാത്തത് നവാസ് ഷെരീഫ് വിചാരിച്ചിട്ടും, ബേനസീർ ഭൂട്ടോ വിചാരിച്ചിട്ടും, രാജീവ് ഗാന്ധി വിചാരിച്ചിട്ടും, നരസിംഹറാവു വിചാരിച്ചിട്ടും, മൻമോഹൻ സിംഗ് വിചാരിച്ചിട്ടും നടക്കാതെ പോയ കാശ്മീരുമായുള്ള സൗഹൃദവും അവിടെയുള്ള സമാധാനവും അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമയുടെ കരുത്തരായ കാര്യദർശി ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് കാശ്മീരിൽ നിന്ന് ദത്തെടുത്തുകൊണ്ടുവന്ന് ആയിരങ്ങളായ കാശ്മീരി യുവാക്കൾക്ക് മതമൈത്രിയുടെയും സ്നേഹവായ്പകളുടെയും സാഹോദര്യത്തിന്റെയും ബാലപാഠം പഠിച്ച് ഹൈന്ദവന്റെ കൂടെ ഇരുന്ന് ക്രൈസ്തവന്റെ കൂടെ ഇരുന്ന് കുരിശുമാലയോ ജപമാലയോ അതുപോലെ തൊപ്പിയുമെല്ലാം ഈ രാജ്യത്തിന്റെ പ്രതീകങ്ങളാണെന്ന് പഠിപ്പിച്ച് ഇവരാരും കരുതിയിട്ട് നടക്കാത്ത കാശ്മീരിന്റെ സമാധാനം കാരന്തൂർ മർക്കസിലെ ആയിരങ്ങളായ കാശ്മീരി യുവാക്കളെ വാർത്തെടുത്ത കാന്തപുരത്തിന്റെ വല്ലറിപ്രാവുകളായി ആ യുവാക്കൾ കാശ്മീരിലേക്ക് കടന്നു ചെല്ലുന്നു. ഇൻഷാ അല്ലാഹ് മുഴുവൻ മിഷനറികളും പരാജയപ്പെട്ടെടുത്ത് കാന്തപുരം ഉസ്താദിന്റെ മിഷനറി വിജയിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ അതിങ്ങനെ പറഞ്ഞു നടക്കാം, വേറെ മാർഗമൊന്നുമില്ല. നിങ്ങൾക്ക് അത് പറഞ്ഞു നടക്കാം. എന്തൊരു തോന്നിവാസമാണിത്. നിങ്ങൾ ആലോചിക്കണം സഹോദരന്മാരെ. മഹാനായ കാന്തപുരം ഉസ്താദ് നിങ്ങൾ ആലോചിച്ചോ? നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ ചേവായൂരിലുള്ള കുഷ്ഠരോഗാശുപത്രി? മനുഷ്യന്മാരുടെ മനസാക്ഷി വായിച്ച് കാന്തപുരം ഉസ്താദ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എവിടെയാണ് പാട്ടുകളുള്ളത്? ചൂണ്ടിക്കാണിക്കണം നിങ്ങൾ. തോന്നിവാസം പറയരുത്, രേഖയില്ലാത്തത് പറയരുത്, തെളിവില്ലാത്തത് പറയരുത്. ആ ചേവായൂരിലേക്ക് കുഷ്ഠരോഗാശുപത്രിയിലേക്ക് കാന്തപുരം ഉസ്താദ് വണ്ടിയൂറുകയാണ്. മർക്കസിൽ നിന്ന് സുഭിക്ഷമായ ഭക്ഷണം പാകം ചെയ്ത് ചേവായൂരിലെ കുഷ്ഠരോഗാശുപത്രിയിലേക്ക് കടന്നു ചെന്ന അവിടെ സമൂഹം മാറ്റിവെച്ച, കുടുംബം മാറ്റിവെച്ച, കൈകളിൽ നിന്ന് രക്തവും ജലവും ചാലിട്ടൊഴുകുന്ന സനിഷ്കളങ്കരായ മനുഷ്യരുടെ അടുക്കലേക്ക് കാന്തപുരം ഉസ്താദ് കടന്നു ചെല്ലുകയാണ്. കൈകളിൽ അവരുടെ മുമ്പിലേക്ക് സുഭിക്ഷമായ ഭക്ഷണം പാകം ചെയ്ത് പാത്രത്തിലേക്ക് വിളമ്പി വെച്ചു കൊടുത്ത മഹാനായ കാന്തപുരം ഉസ്താദിന്റെ മുമ്പിലിരുന്ന് ആ സാധു മനുഷ്യര് അവരുടെ പച്ചയായ കൈകള്, ചലമൊലിക്കുന്ന കൈകള്, രക്തമൊലിക്കുന്ന കൈകള്, വൃണമായ കൈകളാണ്. ആ കൈകൾ നീട്ടി സമൂഹം പുറംതൂങ്ങുന്ന കുഷ്ഠരോഗികൾ ആ പാത്രത്തിലേക്ക് കൈനീട്ടി ആർത്തിയോടെ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്ന ഹൃദയഹാരിയായ രംഗം കണ്ടുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ച, മനസ്സ് സന്തോഷിച്ച ഒരു മനുഷ്യനുണ്ട്. അത് കാന്തപുരമാണ് കൂട്ടരെ. നിങ്ങൾ മനസ്സിലാക്കണം. ആ പണ്ഡിതൻ ആ ഭക്ഷണം വിളമ്പി ഭക്ഷണം കഴിച്ച് അവരെ അരികിലേക്ക് വിളിക്കുകയാണ്. ജോസഫുണ്ട്, രാമനുണ്ട്, അബൂബക്കറുണ്ട്, രോഗികളൊക്കെ കാണുകയാണ്. മനുഷ്യ മനസാക്ഷിയുള്ള കാന്തപുരം ഉസ്താദ് അവരെ വിളിച്ച് സഹനത്തിന്റെയും ക്ഷമയുടെയും വഴി അവർക്ക് ചൊല്ലി പഠിപ്പിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് എന്റെ പ്രിയപ്പെട്ട മനുഷ്യരെ, മുസ്ലിമെ നിങ്ങൾ ആലോചിക്കണം. കാന്തപുരം ഉസ്താദ് അവിടെ നിന്ന് പടിയിറങ്ങി പോരുമ്പോൾ ഒരു രോഗിയായ കുഷ്ഠരോഗിയായ മനുഷ്യൻ വന്നുകൊണ്ട് പറയുന്നു, ഉസ്താദേ, ഇവിടെ അല്പമൊക്കെ ആരോഗ്യമുള്ള ഒരു സാധുവാണ് ഞാൻ. ജീവശവങ്ങളായി ബെഡിൽ വീണ് കിടക്കുന്ന കുഷ്ഠരോഗികളെ കണ്ടില്ലേ? ആ കുഷ്ഠരോഗികൾക്ക് വെള്ളം കൊടുക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത് എന്നെ പോലെയുള്ള ചിലരാണ്. കണ്ടില്ലേ ഉസ്താദേ, എന്റെ കാല് പച്ചയായ മുറിവുകളിൽ നിന്ന് ചലവും രക്തവും ചാലിട്ടൊഴുകുന്നത് ഈ കാല് വെച്ചിട്ടാണ് ഞാൻ ആ ബെഡുകളിലേക്ക് കടന്നു ചെല്ലാറുള്ളത്. ഈ കാല് ഈ തറയിലൂടെ വെച്ച് നടക്കുമ്പോൾ വല്ലാത്ത വേദന അനുഭവപ്പെടുന്നു. അവർക്ക് വെള്ളം കൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാൻ മറ്റൊരാളും ഇവിടെയില്ല ഉസ്താദേ.
ഉസ്താദെ ഒരു വീൽ ചെയർ വാങ്ങിത്തരണമെന്ന് കാന്തപുരം ഉസ്താദിന്റെ മുമ്പിൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ കാന്തപുരം ഉസ്താദ് ഏറ്റെടുക്കുകയാ. അറിയണം നിങ്ങൾ, അത് കഴിഞ്ഞ് പോരുമ്പോഴേക്ക് ഏതാനും മുസ്ലിം രോഗികൾ വന്ന് കാന്തപുരം ഉസ്താദിനോട് പറയുന്നു, ആ കാണുന്ന നിസ്കാരപ്പറ്റ അതിലാണ് ഞങ്ങൾ നിസ്കരിക്കാറുള്ളത്, അതുകൊണ്ട് ഒരു മഴ പെയ്താൽ ഓട് പൊട്ടി വെള്ളം ചോർന്നൊരുക്കുന്ന ആ പള്ളിക്കകത്ത് ഈ മുറിവുള്ള കാലുമായി മുറിവുള്ള കൈയുമായി ഞങ്ങൾ നിസ്കരിക്കാൻ ചെന്നാൽ പച്ചയായ മുറിവുകളിലേക്ക് വെള്ളം കെട്ടി നീർ പുകയുന്ന കൽബോടെ ശരീരത്തോടെയാണ് ഞങ്ങൾ നിസ്കരിക്കുന്നത്. അവിടുത്തെ സ്വാധീനം കൊണ്ട് ഒരു പള്ളി നിർമ്മിച്ചു തരണമെന്ന് പറയുമ്പോൾ കമറുല്ലമാ കാന്തപുരം ഉസ്താദ് അതേറ്റെടുക്കുകയാണ്. അറിയണം നിങ്ങൾ, അതേറ്റെടുക്കുകയാണ്. അങ്ങനെ പോരുമ്പോൾ ആ ഉത്തരവാദപ്പെട്ട സ്ഥാപനത്തിന്റെ മേധാവി വന്നുകൊണ്ട് സ്ഥാപനോട് പറയുന്നു, ഇവിടെ ഒരു ആംബുലൻസിന്റെ ആവശ്യമുണ്ട്, അതുകൂടി വാങ്ങിത്തരണമെന്ന് MP അല്ലാത്ത MLA അല്ലാത്ത ഈ സമുദായത്തിന്റെ ജീവശുദ്ധ പണ്ഡിത പ്രഭു കാന്തപുരം ഉസ്താദിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് കൂട്ടി ഏറ്റെടുക്കാനുള്ള മനസ്സ് വിശാല മനസ്കര കാന്തപുരം ഉസ്താദ് കാണിക്കുന്നു. ഇതാണോ സമുദായത്തോട് കാന്തപുരം ഉസ്താദ് ചെയ്യുന്ന തെറ്റ്? പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? കവലകളിൽ മൈക്ക് കെട്ടി പ്രബുദ്ധ സമൂഹത്തിന്റെ മുമ്പിൽ തോന്നിവാസം പറയാതെ ഒരു സംഘടനയുടെ നേട്ടങ്ങളും അതിന്റെ താല്പര്യങ്ങളും പറയുകയല്ലേ മര്യാദയെന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ ഇവിടെ പരിപാടി വെച്ചോ, നിങ്ങളുടെ സംഘടനയുടെ നേട്ടം പറഞ്ഞോ, അതിനു പകരം ആ ഒരു നേട്ടത്തിന്റെ പട്ടികയിൽ ഒന്നുപോലും പറയാനില്ലാത്ത, ഒരു കാര്യം പോലും ഉണർത്താനില്ലാത്ത നിങ്ങൾ തോന്നിവാസം പറയുകയാണ്. നിങ്ങൾക്കറിയാമോ, ആ രൂപത്തിൽ കാന്തപുരം ഉസ്താദ് ആയിരത്തിലധികം വരുന്ന പള്ളികൾ ആഗോളതലത്തിലുള്ള തന്റെ ബന്ധം ഉപയോഗപ്പെടുത്തി തന്റെ കരങ്ങളെ കൊണ്ട് 1000-ലധികം വരുന്ന പള്ളികളിൽ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന സാഷ്ടാംഗം നമിക്കുന്ന ഭവനങ്ങൾ ഉണ്ടാക്കാൻ ഇന്ത്യ രാജ്യത്ത് സാധിച്ച ഒരു പണ്ഡിതനുണ്ടോ? അഖിലേന്ത്യാ സുന്നി ജമിയത്തുലമയുടെ കരുത്തരായ കാര്യദർശി കാന്തപുരമെത്തിയ അബൂബക്കർ മുസ്ലിയാര. നിങ്ങൾ മനസ്സിലാക്കണം, ജനങ്ങളെ വിഡ്ഢികളാക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള തോന്നിവാസ പ്രവർത്തനങ്ങൾ, തോന്നിവാസ പരിപാടികൾ പ്രബുദ്ധതയുള്ള സംഘടനകൾ നടത്തരുത്. ഇതൊന്നുമല്ല സമുദായത്തിന് ആവശ്യമുള്ളത് ചെയ്യണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. അതിനാണ് സംഘടനാപരമായി ഒരുപാട് സേവനങ്ങൾ SSF ചെയ്യുന്നു, SYF ചെയ്യുന്നു. പ്രിയപ്പെട്ട പ്രവർത്തകരെ, സുന്നി വിഭജന സംഘത്തിന്റെ പ്രവർത്തക സമ്മേളനം വരികയാണ്. രാജ്യത്തിന്റെ കവലകളിൽ ആദർശ സ്ഫുടതയുടെയും സ്പിരിറ്റിന്റെയും സ്ട്രിക്റ്റായ സന്ദേശങ്ങൾ നൽകാൻ നമുക്കേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി നിങ്ങളൊക്കെ സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെടുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ചുരുക്കുകയാണ്. ഏതായാലും ഇതുവരെ നമ്മളൊക്കെ ബന്ധപ്പെട്ട സ്ഥിതിക്ക് ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു ചെറിയ പ്രാർത്ഥന നിർവഹിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിഞ്ഞു പോകണം. അല്ലാഹു തആല ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും പ്രാർത്ഥനയുടെ ഇടയിൽ കുറച്ച് ദിക്ർ, എന്റെ ഗുരുനാഥൻ തോട്ടുപയിൽ അദ്രൈമാം ഫൈലി എന്ന് പറയുന്ന പണ്ഡിതൻ, മലപ്പുറം ജില്ലാ ജമിയത്തുലമയുടെ സെക്രട്ടറി കൂടിയായ അദ്ദേഹം 2 ആഴ്ച മുമ്പ് മരണപ്പെട്ടു. അവരുടെയൊക്കെ ഖബറിലേക്ക്, അതുപോലെ KTC അബ്ദുൽ ഖാദർ, കിടങ്ങയപ്പ കുട്ടിക്ക, കുറ്റിമോച്ചിയിലെ അബ്ദുക്ക, കുണ്ടൂരിലെ കുഞ്ഞു പോലെയുള്ള മഹാന്മാർ, അവരുടെയൊക്കെ ഹളറത്തിലേക്ക് അല്പം ദിക്ർ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയണം. അല്ലാഹു തആല ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. खुदा में खोया, जिक्र खुदा में खोया।